അള്ളാഹു മേക്ക് ചെയ്ത സാധനമായതുകൊണ്ടായി കേടുവരാത്തത്. മനുഷ്യന്മാരുണ്ടാക്കിയതാണ് നമ്മുടെ വയറെങ്കിൽ എന്നോ അടിച്ചു പോയേനെ. അള്ളാഹുവിന്റെ മേക്കാണിത്, മെയ്ഡ് ബൈ അള്ളാഹ്. അതുകൊണ്ടൊരു 40-45 വയസ്സ് വരെയൊക്കെ പിടിച്ചു നിൽക്കും. പിന്നെ പറയും എന്നെ കൊണ്ട് വയ്യ. വെള്ളം കുടിക്കണില്ല. ആദ്യത്തെ വിഷയം അതാ, വെള്ളം കുടിക്കുന്നില്ല നമ്മൾ. വെറും ചായ 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 ഇങ്ങനെ രാവിലെ കുടിച്ചോ, വൈകുന്നേരം ഒരു ചായയും കുടിച്ചേക്ക്. അതിൻ്റെ ഇടയിൽ സാധാ വെള്ളം. നമ്മുടെ കിണറുകൾ കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യത കൂടുതലാണ്. അടുത്തടുത്ത് വീടുകളും അടുത്തടുത്ത് കിണറും അതിൻ്റെ അടുത്ത് പരിസരങ്ങൾ സെപ്റ്റിക് ടാങ്കുകളും വരുമ്പോഴേ ആ ടാങ്കുകളിൽ നിന്നൊക്കെ ഒരൽപ്പം ലീക്കേജ് മണ്ണിനുള്ളിലൂടെ കിണറുകളിലേക്ക് വരും. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. അത്തരം ശുദ്ധമുള്ള വെള്ളത്തിന് സാധ്യത കുറവാണെങ്കിൽ പച്ചവെള്ളം കുടിക്കുക എന്ന ശീലം കേരളത്തിലെ മനുഷ്യന്മാർക്ക് ഇല്ലാത്തൊരു പരിപാടിയാണ്. അതെന്തൊരു മാനക്കേടാ. പച്ച എനിക്ക് ജ്യൂസ് തന്നെ കുടിക്കാൻ പറ്റുമല്ലോ. പൊന്നു ചങ്ങാതി, ജ്യൂസിൽ എന്തായാലും മധുരമാണ്. 2 വെള്ള സാധനങ്ങൾ പോയിസൺ എന്നാ പറയാ. ഒന്ന് വെള്ള പഞ്ചസാരയും പിന്നെ വെള്ള നിറമുള്ള ഉപ്പും. കല്ലുപ്പ് കുഴപ്പമില്ല, അല്ലെങ്കിൽ ശർക്കരക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ വൈറ്റ് നിറം കാണിക്കുന്ന ഈ പഞ്ചസാര പോയിസനാണ്. ഇത് എത്രയാ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ നിർത്താൻ പറ്റുന്നുണ്ടോ? അത് നിർത്തുക. വല്ല ശർക്കരയോ അല്ലെങ്കിൽ മധുരമില്ലാതെയോ കഴിക്കാൻ ശീലിക്കുക. എനിക്ക് തോന്നുന്നു നിസ്കരിക്കണം, നോമ്പ് വെക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഈ ആരോഗ്യത്തിന്റെ ടിപ്സുകളൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെ നമ്മളിതൊക്കെ ചെയ്യാം? അതുകൊണ്ട് നമ്മുടെ ഇബാദത്തിന് ലാസിമായി വരുന്ന സംഗതിയാണ് ആരോഗ്യം. അതുകൊണ്ട് ആരോഗ്യം സംബന്ധിച്ച് പഠിക്കലും നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെറുതെ ആയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബാറക്കല്ലാഹ്. അള്ളാഹു നമുക്ക് ആരോഗ്യവും ആഫിയത്തും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മിഅ്റാജിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രം കാണുന്നുണ്ടോ? ഈ ലൈറ്റിൽ നക്ഷത്രം കാണാൻ പ്രയാസമായിരിക്കും. ഇരുട്ട് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നല്ല നക്ഷത്രങ്ങളെ കാണാം. ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോയ ഒരു വല്ലാത്ത അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയും. ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജ് നടന്ന ആകാശലോകങ്ങളിലേക്ക് പോകാനുള്ള ഒരു എയർപോർട്ട്. നമ്മുടെ ഭൂമിയിൽ സഞ്ചരിക്കാൻ ഒരുപാട് എയർപോർട്ടുകളുണ്ട്. കാലിക്കറ്റ് വരെ നമുക്ക് എയർപോർട്ടാണ്. അത് കൊണ്ടോട്ടിയാണെങ്കിലും നമ്മൾ മലപ്പുറക്കാർ ഭയങ്കര മനുഷ്യന്മാരുണ്ട്. എന്തൊരു വിശാലതയാ, എന്തൊരു വിശാലതയാ. മലപ്പുറത്ത് കൊണ്ടുവന്ന എയർപോർട്ടിന് പോയിക്കോട്ടെ, കോഴിക്കോടിന് കിട്ടിക്കോട്ടെ അതിൻ്റെ പെരുമ. കാലിക്കറ്റ് എയർപോർട്ട് സംഗതി മലപ്പുറം ജില്ലയിലാണ് അല്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പലം മലപ്പുറം ജില്ലയിലാണ്. വേണ്ട, അത് ഊര് കൊണ്ടുപോയിക്കോട്ടെ. കോഴിക്കോട് നമ്മൾ അടുത്തുള്ള നാടല്ലേ, അവർക്ക് കിട്ടിക്കോട്ടെ. എല്ലാ പെരുമയും നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാ ചവറും നമ്മളെ തലേക്ക് വരും ചെയ്യുന്നുണ്ട്. നമ്മൾ ഭാഗ്യവാന്മാരാ. ഈ മാങ്ങളുടെ ഏറ് വരുള്ളൂ. അതുകൊണ്ട് മലപ്പുറം ജില്ല അങ്ങനെ കേൾക്കുമ്പോൾ ചിലക്കൊരു അസുഖമാണ്. പക്ഷെ ഈ ജില്ലയിൽ വന്ന് താമസിക്കുന്ന മതേതര സമൂഹത്തിൻ്റെ ഒരു സമാധാനം കേരളത്തിൽ ഏതു ജില്ലയിലാണുള്ളത് എന്ന് ഞാൻ ചോദിക്കാൻ ധൈര്യപ്പെടുകയാണ്. മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന നമ്മുടെ കുന്നുമ്മലടക്കം ചർച്ചും ഹൈന്ദവ ദേവാലയവും മസ്ജിദും നിൽക്കുന്ന അന്തസ്സോടെ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരിടത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായത് നമുക്കറിയുമോ? ആരൊക്കെയോ മെനഞ്ഞുണ്ടാക്കുന്ന കുൽസിത ശ്രമങ്ങളല്ലാതെ എത്ര സമാധാനത്തിലാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ റിട്ടയർമെന്റ് കാലത്ത് പോലും ഞങ്ങൾ മലപ്പുറത്ത് സ്ഥിരതാമസമാക്കണം എന്ന് പറഞ്ഞ് താമസിക്കുന്ന എത്ര ആളുകൾ, ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ മലപ്പുറം ജില്ലയിൽ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. അവർ തിരുവിതാംകൂറുകാരായിരിക്കും, ട്രിവാൻഡ്രത്തുകാർ, കോട്ടയക്കാർ, കായംകുളത്തുകാർ. എന്തേ? ഈ മണ്ണിന് അങ്ങനെ ഒരു സൗരഭ്യമുണ്ട്. അത് നമ്മൾ കാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന മതേതര സ്നേഹത്തിൻ്റെ, കരുണയുടെ, ചേർത്തുപിടിക്കലിൻ്റെ നമ്മുടെ ഗുണമാണ്. അള്ളാഹു ഇത് നിലർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് മലപ്പുറം എന്നത് നമ്മുടെ ഒരു അഭിമാനമാണ്. അൽഹംദുലില്ലാ. പലരുടെയും വിചാരം ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണെന്നാ. മലപ്പുറം ജില്ലക്കാർക്ക് വരെ അങ്ങനെ തോന്നലുണ്ട്. മുമ്പ് കാസർഗോഡാണോ? ഞാൻ മമ്പാട്ടുകാരനാണ്. അപ്പോൾ അത് പലപ്പോഴും വേള പറയാൻ വേണ്ടി വിളിക്കുന്നത് കൂടുതലും പണ്ടേ കാസർഗോട്ടുകാർക്ക് വേള പറയിപ്പിക്കലും വലിയ പിരിശമുള്ള നാട്ടുകാരാണ്. അങ്ങനെ അവരോട് പറയല് പിരിശെന്ന് പറയും. അപ്പോൾ അവർ പണ്ടേ അങ്ങനെ നമ്മുടെ നാട്ടിൽ മുമ്പ് കാലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ വേളതിന് ആണുങ്ങളെ കിട്ടാറില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇവിടെ ചെറുതാജി ഇവിടെ ഉണ്ട്. എനിക്കൊരു 12 വയസ്സോ 13 വയസ്സോ ഉള്ള കാലത്ത് ഞാൻ ഇവിടെ വേള പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അന്ന് എൻ്റെ ഉപ്പ കൂടെ വരുമായിരുന്നു. അന്ന് ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ
ഒന്ന് ബുദ്ധിമുട്ടായി പോകണ്ടെന്ന് വിചാരിച്ച് ഉപ്പ കൂടെ വരും. അച്ഛനമ്പലത്ത് PA മൗലവിൻ്റെ നാട്ടിൽ വേള് പറയാൻ വന്നപ്പോൾ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ വന്നിരുന്നു. ദാറുദയിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കാൻ. അന്നൊക്കെ മലപ്പുറം ജില്ലയിൽ പോകുമ്പോൾ ഒരു 10, 25, 50, 100 കിട്ടിയാലായി ആണുങ്ങൾ. അതേസമയം കാസർഗോഡ് ജില്ലയിൽ 1000, 2000, 5000 ഒക്കെ ആളുകൾ അന്ന് വാതിന് കൂടാറുണ്ട്. ഞാൻ പറയും 1995, 6 കാലഘട്ടങ്ങളിലെ ആ ഒരു കാലഘട്ടം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. മലപ്പുറത്ത് നന്നായിട്ട് നമ്മുടെ ആളുകൾ ദീനീ പരിപാടികൾക്ക് സജീവമാണ്. ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്, നല്ല ഒരു മാറ്റം. അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. ആ നന്മ കാലാകാലങ്ങളിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. ആകാശലോകം. അപ്പം നമ്മൾ മലപ്പുറം ജില്ലക്കാർ കോഴിക്കോടിന് വകവെച്ചു കൊടുത്ത കാലിക്കറ്റ് എയർപോർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞു തുടങ്ങിയത്. ഇരിക്കട്ടെ, ഹബീബായ നബി തങ്ങൾ ആകാശത്തേക്ക് യാത്ര പോകാൻ തിരഞ്ഞെടുത്ത ഒരു എയർപോർട്ടുണ്ട്. സ്പേസിലേക്ക് കടന്നു പോകാനുള്ള ഡോർവേ ടു സ്പേസ്. അത് മസ്ജിദുൽ അഖ്സയാണ്. അല്ലാഹു ആ പള്ളിയുടെ ഇസ്സത്തും ആ മസ്ജിദിന്റെ അഭിമാനവും അല്ലാഹു ഉമ്മത്തിന്റെ കരങ്ങളിലൂടെ കാലാകാലങ്ങളിൽ അല്ലാഹു ഉയർത്തി ഇസ്സത്തിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ എല്ലാ തെളിമയിലും വളർച്ചയിലുമായി അല്ലാഹു എന്നും നിലനിർത്തി തരട്ടെ. ജൂതന്മാരുടെ അല്ലെങ്കിൽ സയനിസ്റ്റുകളുടെ കിരാതമർദ്ദനങ്ങളിൽ നിന്ന് ആ സമൂഹത്തിന് അല്ലാഹു മോചനം നൽകട്ടെ, അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ജൂതന്മാരും പ്രശ്നക്കാരല്ല, അതിൽ സയനിസ്റ്റുകളാണ് പ്രശ്നക്കാർ. അവർക്ക് മതമൊന്നുമില്ല. അത് ഇന്ത്യയിലും അങ്ങനെയാണ്. ഹിന്ദുക്കൾ നല്ല മനുഷ്യരാണ്. ഹൈന്ദവ സഹോദരങ്ങൾ, ഹൈന്ദവ മതം പഠിച്ച ആളുകൾ വളരെ നല്ല മനുഷ്യരാണ്. അവരാണ് ഈ രാജ്യത്തിന്റെ മതേതരത്തിന്റെ കാവലാളുകൾ. അവരുടെ പേരിൽ തീവ്രവാദമായി അല്ലെങ്കിൽ തീവ്ര ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ചെറിയൊരു വിഭാഗമാണ്. അവർക്ക് ഒരു മതവുമായും അവർ വാദിക്കുന്ന മതവുമായിട്ട് പോലും ഒരു ബന്ധവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അങ്ങനെ കൊലപാതകങ്ങളും പള്ളി പൊളിക്കലൊന്നും ഒരു മതവും ഇവിടെ പ്രചരിപ്പിക്കുന്നില്ല. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ഹബീബായ നബി തങ്ങളുടെ മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത് പുണ്യനിബിതങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ബോധിപ്പിക്കുന്ന അടയാളങ്ങളാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, ഹാത്തിൽ ബുർഹാൻ, വേർ ഈസ് ദ പ്രൂഫ്? ആ തെളിവാണ് മുഅ്ജിസത്തുകൾ, മിറക്കിൾസ്. അങ്ങനെയുള്ള മുഅ്ജിസത്തുകളിലെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ മുഅ്ജിസത്തുകളുടെ മുഅ്ജിസത്താണ്. ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഇസ്റാ മിഅ്റാജ് എന്തുകൊണ്ടെന്നറിയോ? ഖുർആൻ കാലാകാലങ്ങളിൽ ജനങ്ങൾക്ക് ബുദ്ധിപരമായ ധൈഷണികമായ വിഭവങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത, മുസനബി അലൈഹിസ്സലാമിന്റെ വടി പോലത്തെ ഒരു വടിയല്ല പുണ്യനബി നമ്മുടെ കയ്യിൽ തന്നേച്ചു പോയത്. ദാവൂദ് നബിക്ക് കിട്ടിയതുപോലെയുള്ള ഒരു താബൂത്തല്ല നമ്മുടെ കൈകളിൽ പുണ്യനബി തങ്ങൾ തന്നത്. അത് പിടിച്ചോളൂ എന്നല്ല, നമുക്ക് തന്നത് അള്ളാഹുവിന്റെ കലാമാണ്, ഒരു കിതാബാണ്, ഒരു ഗ്രന്ഥമാണ്. പഠിക്കാനുള്ള, അറിവിന്റെ ആഴങ്ങൾ അന്വേഷിക്കാനുള്ള അള്ളാഹുവിന്റെ ഫുർഖാനുൽ അദീം. നോക്കണം, അത് പഠിക്കുക. പഠിച്ച് 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 എത്ര പഠിച്ചാലും തീരാത്ത ആഴങ്ങളുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥം. നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു അത്ഭുതം കണ്ട് ഇസ്ലാം സ്വീകരിച്ചവരല്ല. നമ്മൾ ഇൽമിന്റെയും ഹിക്മത്തിന്റെയും ആളുകളാണ്. തത്വജ്ഞാനത്തിന്റെയും അറിവിന്റെയും ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെയും പിൻബലമുള്ള സംവിധാനമാണ് ഇസ്ലാം. വെറുതെ ആളുകൾ പറയില്ല പഠിച്ചവനില്ല എന്ന്. നമുക്ക് വലിയൊരു, അതൊക്കെ പണ്ട് പറയാൻ ഭയങ്കര പേടിയായിരുന്നു. ഇന്നൊരു ഉളുപ്പില്ലാതെ ചില ആളുകൾ അങ്ങനെ വിളിച്ചു പറയും. എന്നിട്ട് പറയും ഞങ്ങൾ ഭയങ്കര ശാസ്ത്രത്തിൻ്റെ ആളുകളാണ്. പൊന്നു ചങ്ങാതി, അതിന് ശാസ്ത്രം പോയിട്ട് പഠിക്കുക. ശാസ്ത്രം എന്ന് പറയുന്നത് കോസ് ആൻഡ് ഇഫക്ട്സ്. ഏതൊരു കാര്യം നടക്കണമെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു കാരണം വേണം. ഇതിനാ സയൻസ് എന്ന് പറയാ. ദൈവന്മാരെന്താ പറയാ? പ്രപഞ്ചം ഉണ്ടായി. എങ്ങനെ? അങ്ങനെ ഉണ്ടായി. അത് ഉണ്ടാക്കിയ ആളുടെ ആവശ്യമൊന്നുമില്ല. ആ പറയുന്നത് സയൻസ് അല്ല. നിങ്ങൾ ആദ്യം സയൻസ് പറ. സയൻസ് എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഇഫക്ട്സ് should have a cause either simultaneous to it or preceding it. ആ ഒരു സംഭവം നടക്കുന്നതിന്റെ മുമ്പ് നടന്ന ഒരു കാരണം, അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്നതോടുകൂടെ നടക്കേണ്ട ഒരു കാരണം. ആരുണ്ടാക്കി, എവിടുന്ന് വന്നു,
എന്നതിന് ഉത്തരം പറയണം. അപ്പോഴേ സയൻസ് തന്നെ ആവുന്നുള്ളൂ. ഈ സയൻസ് എന്ന് ഇങ്ങനെ പറയുന്നല്ലാണ്ട് പറയുന്നത് മുഴുവൻ സയൻസിനോട് ഒരു ബന്ധമില്ലാത്ത, എന്നിട്ട് അവർ പറയും ഞങ്ങൾ സയൻസിന്റെ ആളുകളാണ്. സുബ്ഹാന ജല്ല ഹാദാ ലഉംരി ഫിൽ ഖിയാസി ബദീഉ. ഈ പൊട്ടത്തരങ്ങൾ കേൾക്കാനാണ് കുറെ ആൾക്കാർ പിന്നാലെ കൂടുന്നത്. സയൻസ് പറയാന്ന് പറഞ്ഞാൽ ഒരു സാധനമുണ്ടെങ്കിൽ അതിന് കാരണം വേണം. ഈ സമാവാതു സബ്അ വൽ അർളൂൻ ഇതുണ്ടായതിന്റെ ഒരു പ്രൈം മൂവർ എന്ന് പറയുന്ന അൽ ഖാലിഖു സുബ്ഹാനഹു അൽ ബദീഉ സുബ്ഹാനഹു. ബിഗ് ബാങ് ഉണ്ടായി. ബിഗ് ബാങ് എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി? ആ ചോദ്യത്തിന് ഉത്തരം പറ. ബിഗ് ബാങ് ഉണ്ടായപ്പോൾ പ്രപഞ്ചം ഉണ്ടായി. ഓക്കെ, അതൊരു തിയറിയാണ്. ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് നമ്മളത് അംഗീകരിച്ചു കൊടുക്കാന്ന് വിചാരിക്കുക. എന്നാൽ ബിഗ് ബാങ്ങിന്റെ കാരണം എന്താണ് അത് മാത്രം പറയൂല. ദാറ്റ്സ് അൺനോൺ, നമുക്കറിയില്ല. പൊന്നു ചങ്ങാതിയെ അറിയാത്തത് പഠിപ്പിച്ചു തരാൻ അമ്പിയാക്കന്മാർ വന്നത്. അത് പഠിപ്പിച്ചു തരാൻ ആ മനുഷ്യൻ അല്ലാഹു റീസണിങ് തന്നിട്ടുള്ളത്, ബുദ്ധി, കാര്യകാരണങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. അത്രയും എളുപ്പമാണ് അൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. അത് ആളുകൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് വളരെ സിമ്പിളാണ്. അല്ലാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹ് ഏകനാണ്, ഒരേ ഒരുത്തിനെ പറ്റൂ. എന്തേ? ഒരു നാടിന് രണ്ട് രാജാക്കന്മാരെ പറ്റൂല. ഒരു രാജ്യത്തിന് എന്തിന് രണ്ട് പ്രസിഡന്റ്? ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. വൈസ് പ്രസിഡന്റുമാരായിക്കോട്ടെ, പ്രസിഡന്റ് ഒന്നല്ലേ പറ്റൂ, രാജാവ് ഒന്നല്ലേ പറ്റൂ. സർവ്വ കഴിവുമുള്ള ഒരാൾ, സർവ്വ കഴിവുള്ള രണ്ടാൾ, അങ്ങനെ ഉണ്ടാവൂ. അപ്പൊ രണ്ടിൽ ഒരാൾ ഡിഫീറ്റ് ആവൂലേ? ഒരാൾ പറയുന്നു ഇപ്പൊ സൂര്യൻ ഉദിക്കണം, മറ്റേ നല്ലൊരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉദിച്ചാൽ മതി. ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് നടക്കുകയാണെങ്കിൽ ആ നടക്കാതെ പോയവൻ പിന്നെ പടച്ചോനല്ലാതായി മാറൂലേ? വളരെ സിമ്പിളാണ്. ഒന്നേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ ഒരു കുട്ടിക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ല. ആ തൗഹീദ് ഹബീബായ നബി ലോകത്തോട് പറയുമ്പോൾ അത് മക്കയിൽ വെച്ച് തന്നെ പറയണം എന്ന് അള്ളാഹുവിന് തീരുമാനമുണ്ട്. അതിനാ ഹബീബിനെ ഖുറൈശിലേക്ക് അള്ളാഹു നിയോഗിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നറിയോ? ഖുറൈശികൾ മക്കക്കാരുടെ പ്രമാണിമാരാ. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അവർ യാത്ര പോകുമ്പോൾ, ശൈത്യകാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് സിറിയയിലേക്കും ഫലസ്തീനിലേക്കും യാത്ര പോകുമ്പോൾ ഖുറൈശികളുടെ യാത്രാ സംഘങ്ങളെ ആരും തൊടാതെ, ആക്രമിക്കാതെ, ഭീഷണിപ്പെടുത്താതെ, ആംബുഷ് ചെയ്യാതെ സുരക്ഷിതമായി അവരുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ദീനാർ ദിർഹമിന്റെ കച്ചവട സാധനങ്ങളുമായി വരുമ്പോൾ ഒരു കൊള്ള സംഘവും ഖുറൈശികളുടെ കച്ചവട സംഘത്തെ കണ്ണുവെക്കില്ല. എന്തുകൊണ്ട്? ഹും സദനതു ബൈത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ വീടിന്റെ ആളുകളാണ്, കഅബാലയത്തിന്റെ. എങ്ങാനും ആരെങ്കിലും ഖുറൈശികളെ തൊട്ട് കഴിഞ്ഞാൽ ആ തൊടുന്നവരോ അവരുടെ കുടുംബക്കാരോ എന്നെങ്കിലും കഅബ കാണാൻ മക്കയിൽ വന്നിരിക്കും. അവിടെ വെച്ച് ഖുറൈശികൾ പകരം വീട്ടും. അതുകൊണ്ട് പേടിച്ചിട്ടും ഖുറൈശികളെ തൊടൂല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ ഒരേ ഒരുത്തനാണ്, ആ പടച്ചവൻ. കണ്ണുകൾക്ക് ഈ ലോകത്ത് കാണപ്പെടാത്തവനാണ്, കണ്ണുകളെ പടച്ചവനാണ്, എന്നാൽ കണ്ണുകൾക്ക് അതീതനാണ്. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൾക്ക് കാഴ്ച നൽകിയത് അവനാണ്, കണ്ണുകളുടെ കാഴ്ചയെ എടുത്തു കളയാൻ കഴിയുന്നവനും അവൻ തന്നെയാണ്. കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും കണ്ടതിനെ കാണാതെയാക്കാനും കഴിയുന്ന ലത്തീഫും ഖബീറുമായ അല്ലാഹുവാണ്. ഈ ലോകത്ത് കണ്ണുകളെ കൊണ്ടവന് ഗോചരീഭവിക്കുന്നവനല്ല. ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. കഅബാലയത്തിന്റെ ഉള്ളിലും പുറത്തും കിടക്കുന്ന 360 ബിംബങ്ങൾ, അവകൾ ദൈവങ്ങളല്ല എന്ന പ്രഖ്യാപനം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം ഖുറൈശികളോടല്ലാതെ ജസീറത്തുൽ അറബിലെ ഏതെങ്കിലും മഹ്സായിലെയോ തിഹാമയിലെയോ യമാമയിലെയോ യമനിലെയോ ജോർഡാനിലെയോ ഫലസ്തീനിലെയോ അറബികളോട് പോയി പറഞ്ഞാൽ ഖുറൈശികൾക്ക് തോന്നൽ വരും, അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ എലീറ്റുകളാണ്, ഞങ്ങൾ നേതാക്കളല്ലേ, ഞങ്ങളെ ഭരിക്കാൻ നിയമമോ,
അതുകൊണ്ട് നബിയേ, ഖുറൈശികൾ പോലും അല്ലാഹുവിന്റെ നിയമത്തിന് അതീതരല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആരെയും സുഖിപ്പിക്കാൻ പറയുന്ന സന്ദേശമല്ല. അതുകൊണ്ട് ഖുറൈശികളും നിയമത്തിന് പുറത്തല്ല. ആദ്യമായി പറയേണ്ടത് ഖുറൈശികളോട് തന്നെയാണ് നബിയെ. ഇത് ആരുടെയും മുഖസ്തുതിക്ക് പറയാനുള്ള വാക്കല്ല എന്നതുകൊണ്ടാണ് ഫസ്ദഅ ബിമാ തുഅ്മർ, അങ്ങയോട് പറയപ്പെടുന്ന ഈ ദൗത്യം ഉറക്കെ പറഞ്ഞോളൂ നബിയെ എന്ന് അള്ളാഹുവിന്റെ ഹബീബിന് ആഹ്വാനമുണ്ടാകുന്നതും കഅബാലയത്തിന്റെ മുമ്പിൽ സഫയിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അങ്ങനെ ഒരു ധൈര്യപ്പെടൽ പുണ്യനബിയോട് അല്ലാഹു നിർദ്ദേശിച്ചത്. ഈ ഖുറൈശികൾക്ക് ഇത് ബോധ്യപ്പെട്ടാൽ പരിസരത്തുള്ള എല്ലാ രാജ്യക്കാർക്കും അത് ബോധ്യപ്പെടാൻ എളുപ്പമാണ്. എന്നാൽ പരിസര രാജ്യക്കാർക്ക് മുഴുവൻ ബോധ്യപ്പെട്ടാലും ഖുറൈശികൾ അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ട് ഖുറൈശികളുടെ ധിക്കാരമോ അവര് മുഖം തിരിഞ്ഞിരിക്കുമെന്നോ അവരക്രമിക്കുമെന്നോ പേടിക്കാതെ അവരുടെ ചെകിടത്ത് തന്നെ പോയി പറഞ്ഞു തുടങ്ങണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് പുണ്യനബിയെ മക്കയിലേക്ക് അല്ലാഹു അയക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ പ്രഖ്യാപനം മക്കയിൽ ആരംഭിക്കാൻ കാരണം അതാണ്. ആരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തിന് അതീതരല്ല ഖുറൈശികളാണെങ്കിലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നാവുകൊണ്ട് ചൊല്ലുന്ന വെറുമൊരു ദിക്റായിരുന്നെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ജീവിതത്തിൽ ഒരു ഇംപാക്റ്റും ഇല്ല എങ്കിൽ ഖുറൈശികൾ ഇത് പറയാൻ തയ്യാറാകുമായിരുന്നു. അവർക്ക് എന്ത് പ്രയാസമുണ്ട്? പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ അധികാരം അല്ലാഹുവിനാണ്. അവൻ പറഞ്ഞതുപോലെ ജീവിക്കേണ്ടി വരും. മനുഷ്യരെല്ലാവരും ഒരു ചീർപ്പിന്റെ പല്ല് പോലെ തുല്യരാണ് എന്ന ഏകത്വത്തിന്റെയും സമത്വത്തിന്റെയും പ്രഖ്യാപനമാണിത്. അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന അടിമത്തമാണിത്. അതിന് ഞങ്ങളെ കിട്ടില്ല എന്ന് ഖുറൈശികൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഹബീബിനെ അവർ കൊല്ലാൻ നോക്കിയത്. 11 തവണ നബിക്കെതിരെ മർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, വധശ്രമങ്ങൾ 11 തവണ. ആ ശ്രമങ്ങളെല്ലാം ഉണ്ടായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം ഒരു വചനമായി ആണ് എന്നതുകൊണ്ടല്ല. കേവല വചനമായിരുന്നെങ്കിൽ ഖുറൈശികൾക്ക് എന്ത് പ്രയാസം? അത് പറഞ്ഞ പോരെ. അല്ല, ഇതൊരു ജീവിത സംവിധാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു അച്ചടക്കമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഡിസിപ്ലിനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു സബ്മിഷനാണ്. ഇത് ഖുറൈശികൾക്കറിയാം. അതുകൊണ്ടാണ് ഖുറൈശികൾ ഹബീബായ നബി തങ്ങൾക്കെതിരെ തിരിഞ്ഞത്. അവരുടെ കൺമുമ്പിൽ ജനിച്ചു വളർന്ന തറവാടിയല്ലേ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളൊരു ബനൂ ബക്കറാണോ? തങ്ങൾ ബനൂ തമീമിയിൽപ്പെട്ട ആളാണോ? മഖ്സൂമിയാണോ? തങ്ങൾ ഹാഷിമിയല്ലേ? തങ്ങൾ ഖുറൈശിയല്ലേ? ആ നാട്ടിലെ ഏറ്റവും നല്ല പ്രമാണി. എന്നിട്ട് പോലും ഹബീബിനെ ഉപദ്രവിക്കാൻ അവർ മുന്നോട്ട് വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം കൊണ്ട് ഉണ്ടായേക്കാവുന്ന ജീവിതത്തിന്റെ പരിവർത്തനങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും സത്യത്തിന് അതീതരല്ല. സത്യമാണ് വിജയിക്കേണ്ടത്. സത്യമേവ ജയതേ. സത്യമാണ് വിജയിക്കേണ്ടത്. സത്യത്തിന് മാത്രമേ വിജയമുള്ളൂ. സത്യമാണ് വിജയിക്കേണ്ടത്. ധർമ്മമാണ് വിജയിക്കേണ്ടത്, മനുഷ്യന്റെ കയ്യൂക്കല്ല. നീതിയാണ് വിജയിക്കേണ്ടത്, തറവാടിത്വമല്ല. നന്മയാണ് വിജയിക്കേണ്ടത്, ആളുകളുടെ ഹുങ്കല്ല എന്ന് പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ പോലും തങ്ങൾ അള്ളാന്റെ റസൂലാണെന്ന് വിശ്വസിക്കൽ തങ്ങൾക്ക് നിർബന്ധമായിരുന്നു. ഹബീബായ മുഹമ്മദ് നബി തങ്ങൾ വിശ്വസിക്കണം ഞാൻ അള്ളാന്റെ റസൂലാണെന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ അത്തഹിയാത്ത് ഓതുമ്പോ ഹബീബാ നബി തങ്ങളും അത്തഹിയാത്തിൽ പറയൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തൊരു അത്ഭുതമല്ലേ! തങ്ങളുടെ അത്തഹിയാത്തിൽ തങ്ങൾ പറയണം ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴേ തങ്ങളുടെ അത്തഹിയാത്ത് സ്വീകരിക്കപ്പെടും, അപ്പോഴേ തങ്ങളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നുള്ളൂ. തങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹിയും ഈമാൻ ഉൾക്കൊള്ളണം. നോക്കണേ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു വിശാലത നോക്കണേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കണം ഞാൻ അള്ളാഹിൻ്റെ റസൂലാണെന്ന്. തങ്ങൾക്കതറിയാം. ആ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തങ്ങൾക്ക് 2 അഭയം വേണം. ഒന്ന്, നബി തങ്ങൾക്ക് അൽ അംനു ദാഖിലി, ഇന്റീരിയർ അഫയേഴ്സ്,
വീടിൻ്റെ ഉള്ളിൽ സമാധാനം വേണം, വീടിൻ്റെ പുറത്ത് സമാധാനം വേണം. ആ സമാധാനമുണ്ടെങ്കിലേ ദഅവത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. പുരുഷന്മാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടവരാണ്, അവര് പൊതുസമൂഹത്തിൽ ഇറങ്ങേണ്ടവരാണ്. മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കാനുള്ളവരല്ല, വീഡിയോകൾ കണ്ട് റീലുകൾ കണ്ട് സമയം കളയേണ്ടവരല്ല നമ്മള്. നമുക്കൊരുപാട് ദൗത്യമുണ്ട്. പുറത്തേക്കിറങ്ങ്. ഈ ലോകം മുഴുവനും ഇബാദത്തിന്റെ സാധ്യതകളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടവരാ പുരുഷന്മാർ. പെണ്ണുങ്ങളും അങ്ങനെയാ, പക്ഷെ അവർക്ക് പരിമിതികളുണ്ട്. അവർക്ക് ചില പരിമിതികളുണ്ട് അള്ളാഹു നിശ്ചയിച്ചത്. ഇതൊന്നും ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആണ് ആണാണ്, പെണ്ണ് പെണ്ണാണ്. ഡൊണാൾഡ് ട്രംപ് വന്ന് മൂപ്പര് എന്തൊക്കെ ചെയ്തു കൂട്ടാൻ നമുക്കറിയില്ല, പക്ഷെ ഒരു നല്ല കാര്യം ചെയ്ത് എനിക്ക് അംഗീകരിക്കേണ്ടി വരും. എന്താ? അദ്ദേഹം പറഞ്ഞു, 2 ജെൻഡറേ ലോകത്തുള്ളൂ, മെയിൽ ആൻഡ് ഫീമെയിൽ. ട്രാൻസ്ജെൻഡർ എന്ന പരിപാടി ഒച്ചപ്പാടുണ്ടാക്കി വരാൻ നിൽക്കേണ്ട, ഒരൊറ്റ കുട്ടിക്ക് ഒരു ആനുകൂല്യം തരൂല. ട്രംപിന്റെ ഒരു ചില നല്ല കാര്യം മൂപ്പര് പലതും വിളിച്ചു പറയും, പക്ഷെ അയാൾ ജനിച്ചിട്ട് ഇതുവരെ, അയാൾ പറഞ്ഞ വിഷയമാണ് ഒരു ഇന്റർവ്യൂവിൽ, ഇതുവരെ ഒരു മുറുക്ക് കള്ളു കുടിച്ചിട്ടില്ല, ജീവിതത്തിൽ സിഗരറ്റ് വലിച്ചിട്ടില്ല അദ്ദേഹം പറയാം. എനിക്ക് എൻ്റെ ഒരു സഹോദരനുണ്ട്, അയാളുടെ പേര് ഫ്രെഡ് എന്ന, എൻ്റെ ജ്യേഷ്ഠൻ, നല്ല മനുഷ്യ, ഹി വാസ് എ വെരി ഗുഡ് ബ്രദർ, പക്ഷെ കള്ളുകുടിയനാണ്, കുടിച്ച് ജീവിതം തകർന്നു. എന്നോട് പറയും, ഡൊണാൾഡ് നീ കുടിക്കരുത് കേട്ടോ, ജ്യേഷ്ഠൻ്റെ ഉപദേശം. ട്രംപ് സ്കൂളിൽ പോകുന്നൊരു മോനുണ്ട്, 8 വയസ്സുള്ള മോനോട് പറയുന്നുണ്ട്, സൺ നെവർ ഡ്രിങ്ക് ഇൻ യുവർ ലൈഫ്. ആൽക്കഹോളോ മദ്യമോ ലഹരിയോ നിന്റെ വായിലൂടെ കടക്കരുത്, നിന്റെ ജീവിതത്തിൽ സ്മോക്ക് ചെയ്യരുത്. കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന് ചില നന്മകളുണ്ട്, ആ നന്മകളിൽ നമുക്ക് പറ്റുന്നെടുക്കാം. നന്മയെ നന്മയായിട്ട് നമ്മൾ അംഗീകരിക്കണം, അല്ലേ? അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അതാ, ആണും പെണ്ണേ ഇവിടെ ഉള്ളൂ. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു ജെൻഡർ ഉണ്ടാക്കണ്ട. കാരണം അൽഹഖിൽ മാലവി ബിൽ മബാൽ, മനുഷ്യന്റെ മബാലുകൾ ഒന്നുകിൽ ദഖറാണ് അല്ലെങ്കിൽ ഉൻസയാണ്, ആണും പെണ്ണേ ഉള്ളൂ. വെറുതെ കോലം കെട്ടണ്ട. കാരണം അങ്ങനെ ഒരു ട്രെൻഡ് വല്ലാതെ ലോകത്ത് പ്രചരിച്ചു കഴിഞ്ഞു. റെയിൻബോ എന്ന് പറയുന്ന സംഭവം എത്ര കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമുള്ള സംഗതിയായിരുന്നു അത്. ഇപ്പൊ റെയിൻബോ വരക്കാൻ പറ്റുമോ? റെയിൻബോ അറിയില്ലേ, നമ്മുടെ മഴവില്ലിന്റെ ആ 7 നിറങ്ങൾ വെച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ചിത്രം വരക്കും. ഇപ്പൊ ആ ചിത്രം വെച്ചാൽ നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് ചോദിക്കും, നപുംസകാണോ എന്ന്. എന്താ അവരുടെ ചിഹ്നമായി മാറിയിട്ടുണ്ടല്ലോ അത്, ആർക്കറിയാം. എന്തൊരു ബുദ്ധിമുട്ട്. റെയിൻബോ എന്ന് പറഞ്ഞ സംഭവം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എനിക്ക് അറിയില്ല, നമ്മൾ ഉൾക്കൊള്ളാറുണ്ടോ? കൈയും പിടിച്ച് കോർത്ത്, ഒരു ആണും കൈ പിടിച്ച് കോർത്ത് നടന്നാൽ ഭയങ്കര പ്രശ്നമല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്യുക, വേറൊരു കൺട്രിയിൽ യാത്ര ചെയ്തു. അപ്പോൾ എൻ്റെ കൂടല്ലാടെ കൈ പിടിച്ച് നടക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൈ അങ്ങ് വിട്ടേക്കിട്ടോ, 2 ആണുങ്ങൾ കൈ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പലതും അവർ ആലോചിക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്, നോക്കണേ. അപ്പോൾ കൈ വിട്ട് നടക്കണം. ആണും കല്യാണം കഴിച്ചാലാണല്ലോ അങ്ങനെ നടക്കുക. നമ്മുടെ നാട്ടിൽ വല്ല കഥയുണ്ടോ? നമ്മൾ കൈ പിടിച്ചങ്ങ് നടന്നു പോകില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ദുബൈയിലെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴേ എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്. ഞാനും അയാളും കൈപിടിച്ച് ഇങ്ങനെ സ്കൂളിലേക്ക് അസംബ്ലി കഴിഞ്ഞ് കിടക്കുമ്പോൾ ബാക്കിൽ നിന്ന് കുട്ടികൾ ചിരിക്കുന്നുണ്ട്. അപ്പം ഞാനന്ന് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പം എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല, എന്താ ഇവർ ചിരിക്കാൻ കാരണം എന്ന്. ഹൈസ്കൂളിലെ കുട്ടികളാണ്. അപ്പോഴെന്നോട് അദ്ദേഹം സയൻസ് ലാബ് അറ്റൻഡറാണ്, ഡോക്ടർ അനസ് എന്ന് പറയും. അപ്പം അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ഹാക്ക് അവരെന്താ പറയണമെങ്കിൽ മനസ്സിലായി എന്ന് ചോദിച്ചു. ഇല്ലല്ല, നമ്മൾ കൈ വെൻ വി ഹോൾഡ് അവർ ഹാൻഡ്സ് ടുഗദർ, അവർ പറയും നമ്മൾ ഗെയ്സ് ആണെന്ന് വിചാരിക്കും. സുബ്ഹാനല്ലാഹ്, പെണ്ണും കൈ പിടിച്ച് നടക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ നിയമം. അള്ളാഹു ആര് കൊണ്ടുവന്ന നിയമം എന്നറിയില്ല. അപ്പോൾ ട്രംപ് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രഖ്യാപനം എനിക്കത് ഇഷ്ടമായി. അങ്ങനെ നല്ല ബുദ്ധി ആൾക്ക് തോന്നിയല്ലോ. ഇവിടെ ആണും പെണ്ണേ ഉള്ളൂ, മൂന്നാമത്തെ ഒരു ജെൻഡർ ഇല്ല. ആണെന്നെങ്കിലാണ്, അല്ലെങ്കിൽ പെണ്ണ്, അതന്നെ ഇരിക്കട്ടെ. എന്തിനാ നമ്മളത് പറയാൻ കാരണം? സമരെ നമ്മൾ ഇവിടുന്ന് വന്നത് അതിൻ്റെ റബത്ത്. എന്തായിരുന്നു നമ്മളത് പറയാൻ കാരണം? ഓൺലൈനിൽ ആരെയും പറയണ്ടോ എവിടുന്ന് നമ്മൾ ആ പോയിന്റിലേക്ക് വന്നത്?
പുരുഷന്മാരും പെണ്ണുങ്ങളും ഒരുപോലെയല്ല. ആണുങ്ങൾ പുറത്തിറങ്ങി നടന്ന് ജോലി ചെയ്യേണ്ട ആൾ. അതുകൊണ്ട് ഒരു നബിയും ഒരു പെണ്ണായി വരാതിരിക്കാൻ കാരണം. ആണുങ്ങൾ പുറത്തിറങ്ങി നടക്കണം, പെണ്ണുങ്ങൾക്കത് കഴിയില്ല. അവരുടെ സൈക്കോളജിക്കൽ ഫിസിക്കൽ റിക്വയർമെന്റുകൾ മറ്റൊരു തരത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പെണ്ണിനെ പോലെ ആണിനാവാൻ പറ്റൂല, ആണിനെ പോലെ പെണ്ണിനും ആവാൻ പറ്റില്ല. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ തങ്ങൾ പറഞ്ഞു, ആണ് പെണ്ണാവുകയും പെണ്ണ് ആൺകോലം കെട്ടുകയും ചെയ്യുന്ന ഒരു കാലം അന്ത്യനാളിൻ്റെ മുമ്പ് നിങ്ങൾക്ക് കാണേണ്ടി വരും. ഫൽഅനൂഹും ഫഇന്നഹും മൽഊനൂൻ. അവരെ നിങ്ങൾ ശപിക്കണേ, അവർ ശപിക്കപ്പെട്ടവരാണ്. അവൻ ഒന്നാം തരം ആണാണ്, അവനറിയാം. പക്ഷെ അവൻ്റെ ടെസ്റ്റൊക്കെ പൊന്തിയിട്ടാണ്. അത് മറച്ചു പിടിച്ച് അമർത്തി പിടിച്ച് കൊണ്ടുനടക്കണ്ടാവാനോ? ഓനത് ഉഷാറായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ചാരി ചുറ്റി നടക്കുക. അതൊരു ഐബല്ലേ? ഒരു മനുഷ്യന് കയ്യും കാലും ഇല്ലാത്ത എന്തെല്ലാം പ്രയാസങ്ങൾ വരുന്നുണ്ട്. കണ്ണില്ലാതെ, മൂക്കില്ലാതെ, തലയിൽ മുടിയില്ലാതെ, മുച്ചിറിയായിട്ട് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ജനിക്കുന്നില്ലേ? ആ ഒരു ജന്മവൈകല്യം എന്ന് പറയുന്ന റബ്ബ് തരുന്ന പരീക്ഷണത്തെ മറച്ചു പിടിക്കുകയല്ലേ ചെയ്യുക? അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യലാണോ? ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നം. എന്നിട്ട് പിരിവേറ്റ് നടക്കുക, ട്രെയിനിലും ബസ്സിലും റോഡിലും സൈഡിലും തോണ്ടി നടക്കുക. പെണ്ണിൻ്റെ കോലം കെട്ടി നടക്കുന്ന ആണുങ്ങൾ ഒന്നാം തരം ആണുങ്ങളാണ്. പക്ഷെ പെണ്ണിൻ്റെ കോലം, ആണിൻ്റെ കോലം കെട്ടി നടക്കുന്ന പെണ്ണുങ്ങളും ഇതൊരു സംസ്കാരമായി, അവർക്ക് സംഘടനകളായി. മുസ്ലിമീങ്ങളോട് ഞാൻ പറയാം, ഇത് പല ജാതിക്കാരുണ്ടാവും ഈ കോലം കെട്ടുന്നവർ. മുസ്ലിം ഉമ്മത്തിനോടാണ് ഞാൻ പറയണത്, നിങ്ങളത് ചെയ്യരുത്. ഇത് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അതുകൊണ്ടൊരു പെണ്ണായി കോലം കെട്ടിയ ഒരാണിനെ ഒരു മുസ്ലിമിന് കല്യാണം കഴിക്കാൻ പാടുള്ളതും അല്ല. അങ്ങനെ ഒരു കല്യാണം ഇല്ല. തോന്നിവാസല്ലേ അത്? ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം ചെയ്തിട്ടുള്ള സൊഡോമി എന്ന് പറയുന്ന, ലിവാത്ത് എന്ന് പറയുന്ന, അലി റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ആണിനെയും ചെയ്യപ്പെടുന്ന ആണിനെയും ചുട്ടുകൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ള ശിക്ഷയുള്ള കുറ്റമാണത്. അതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികളാണ്. എത്ര ഫോളോവേഴ്സ് അറിയാം നമ്മളെ മാപ്പിളാർ? ഭയങ്കര ഫോളോവേഴ്സാണ്. അവരൊക്കെ പറയണത് കേൾക്കാനും അതിനൊക്കെ കോലം കെട്ടാനും. ഓ, എൻ്റെ സാരി നല്ല ഉഷാറുണ്ടടി. ആരാ ഇടി എന്ന് പറയണത്? ഓനാണ്, ആണാണത്. അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. നമ്മൾ ചെയ്യേണ്ട, വേറെ ആരോ ചെയ്യുന്നവർ ചെയ്തോട്ടെ, നമ്മളത് ചെയ്യേണ്ടവരല്ല. ഇസ്ലാം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മതമാണ്. ആ മൂല്യത്തെ കളഞ്ഞു കുളിക്കാൻ ആരും ശ്രമിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു അത് നിലർത്തിത്തരും. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന നമ്മുടെ ചാനലുകളിൽ ചർച്ചയ്ക്കിരിക്കുന്ന ചെറുപ്പക്കാരൻ, ബോച്ചയുടെ കഥയുടെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ച വന്നല്ലോ. പെണ്ണുങ്ങളും അവരുടെ വസ്ത്രവിധാനത്തെ അവരും ഒരു സോഷ്യൽ വിചാരണയ്ക്ക് വിധേയപ്പെടണം. പക്ഷെ ആ സാധുവിന് പറയാൻ പരിമിതിയുണ്ട്. അവതാരകന്മാർ അതിലും വലിയ ആവേശത്തിൽ. അതിനെന്താ കുഴപ്പം? എവിടെയാ മുപ്പത്തേര് മറക്കാത്തത്? മറക്കാൻ പാടില്ലാത്തതെന്തെങ്കിലും കാണിച്ചോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുസ്ലിമിന് മറുപടി പറയാൻ പറ്റും. എന്തേ? ഒരു പെണ്ണിന്റെ വസ്ത്രധാരണങ്ങളിൽ അവൾ ശരീരം മുഴുവൻ മറച്ചാൽ പോലും മാ യസിഫു വയശിഫു, ശരീരത്തിൻ്റെ അവയവങ്ങളെ കാണിക്കുന്നതും ശരീരത്തിൻ്റെ തൊലി നിറം റിവീൽ ചെയ്യുന്നതുമായ വസ്ത്രം ഒരു പെണ്ണിന് ധരിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. രാഹുൽ ഈശ്വറിന് ഇപ്പം മസൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പരിമിതികളുണ്ട്. അദ്ദേഹം പറഞ്ഞു സഭ്യത വേണം. അത് പറയുമ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്താ? ചോദ്യം. അതൊക്കെ ആക്കി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ആണും പെണ്ണും എന്ന് പറയുന്നത് ഇത് മെഷീനല്ലല്ലോ, ബോധമുള്ള രണ്ട് എൻറ്റിറ്റികളല്ലേ. വൈകാരികമായ ചിന്തകൾ മനുഷ്യന് വരൂലേ? അവരുടെ സ്വന്തം വീടുകളിലെ അവരുടെ പെങ്ങളും ആങ്ങളെയും ഉമ്മയും അവർ മറക്കേണ്ട സ്ഥലം മാത്രം മറച്ച് ബാക്കിയൊക്കെ കാണിച്ചു നടന്നാൽ ഇവന്മാര് പറയോ അവർ സഭ്യതയുള്ള വസ്ത്രമാണ് ധരിച്ചതെന്ന്? ഒരു രേഖയുണ്ട് മനുഷ്യന്റെ മനസ്സിലും ചിന്തയിലും മനുഷ്യന്റെ പെർസെപ്ഷനിലും. അത് ആണും പെണ്ണും മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെ ഒരാൾ വസ്ത്രവിധാനം മോശമായി ചെയ്തതിൻ്റെ പേരിൽ ഒരാണും നോക്കരുതെന്നാണ് ശരീഅത്തിന്റെ ഭാഷ്യം. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, സത്യവിശ്വാസികൾ കണ്ണു ചിമ്മണം, പെണ്ണുങ്ങളും കണ്ണു ചിമ്മണം, അരുതാത്തത് നോക്കരുത്. പക്ഷേ മനുഷ്യൻ നോക്കിപ്പോകാൻ ഇടയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഖുർആൻ കണ്ണു ചിമ്മണം എന്ന് പറയാൻ കാരണം. അങ്ങനെ ഒരു ആത്മീയ ബോധമൊന്നും എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് പെണ്ണുങ്ങൾ സഭ്യമായ വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ഇസ്ലാമിന് പറയാൻ കഴിയും. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുമുണ്ട്. സെക്കുലർ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പലർക്കും പറ്റും. അവരെയൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന വിധം ഒരു ഡെഫിനിഷൻ ഒരു പക്ഷേ അവരുടെ പരിസരത്ത് നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയിരിക്കണമെന്നില്ല. പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ ആ ഒരു ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അങ്ങനെയെങ്കിലും നമ്മുടെ ചാനലിൽ കയറൊന്ന് പറഞ്ഞല്ലോ.
സഭ്യത വേണം, എല്ലാവർക്കും വേണം. അത് ബോച്ച പറഞ്ഞതാണെങ്കിൽ വാക്കുകൾക്ക് വേണം. ഒരു പെണ്ണിൻ്റെതാണെങ്കിൽ, നടിയാണെങ്കിലോ അല്ലെങ്കിലോ അവർക്കും സഭ്യത, പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രവിധാനങ്ങളിൽ മാന്യത വേണം എന്ന് പറയാൻ ഇസ്ലാമിന് അവകാശമുണ്ട്. ഇവിടെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുമുണ്ട്. ഞാൻ പറയുന്നത്, ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് സംവിധാനങ്ങൾക്കും രണ്ട് തലത്തിലുള്ള ജോലിയാണ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത്. അതുകൊണ്ടൊരു പ്രവാചകന്റെ ജോലി ഒരു പെണ്ണിന് എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു നബിയും ഒരു പെണ്ണായി വരാതിരിക്കാൻ കാരണം. പുരുഷന്മാർ പുറത്തിറങ്ങി ദഅവത്ത് ചെയ്യുന്നവരാണ്, പ്രവാചകന്മാർ. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് ഇസ്രാ മിഅ്റാജിന്റെ പരിസരങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഖദീജത്ത് ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ, ഖദീജ ബീവി എന്ന നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ, ഒക്കെ പറയണേ റളിയല്ലാഹു അൻഹ, നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ ഇഷ്ടപ്പെട്ട നബിയുടെ ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ടാണെന്നറിയോ? നബിക്ക് മനസ്സമാധാനം കൊടുത്ത ഭാര്യയാണത്. തങ്ങൾക്ക് സമ്പത്ത് കൊടുത്തിട്ട്, വാക്ക് കൊടുത്ത്, സമയം കൊടുത്ത്, മനസ്സ് കൊടുത്ത് ഹബീബിനെ നെഞ്ചോട് ചേർത്ത് വെച്ച ഹബീബിന് ആഭ്യന്തര അഭയം, അൽ അംനു ദാഖിലി, നിബിതങ്ങൾക്ക് നൽകിയ ഹബീബിന്റെ ഭാര്യയാണ്. 15 വയസ്സേറെയാണ് ഖദീജ ബീവിക്ക് റളിയല്ലാഹു അൻഹ. നോക്കണേ, 15 വയസ്സേറെയാണ്. എന്നിട്ട് പറഞ്ഞു, റുസ്ഖ്തു ഹുബ്ബഹാ, എൻ്റെ ഖദീജയോടുള്ള സ്നേഹം അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ എനിക്ക് ഖദീജയോട് ഇഷ്ടമാണ് റളിയല്ലാഹു അൻഹ. അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, നബിയെ, പല്ലൊക്കെ പോയി ചുവന്ന തൊണ്ണുണ്ടായിരുന്ന ഒരു വയസ്സത്തി ആയിരുന്നില്ലേ ഈ ഖദീജ? എന്നിട്ട് റളിയല്ലാഹു അൻഹ ഖദീജ ആയിഷ ബീവി പറയാം, ഞാൻ മഹദിയെ കണ്ടിട്ട് പോലില്ല. എനിക്ക് ഇത്ര അസൂയുള്ള നബിയുടെ ഒരു ഭാര്യ വേറല്ല. ഞാൻ കണ്ടിട്ടുണ്ടല്ല ഖദീജ ബീവിയെ. അവർ മരിച്ചതിന് ശേഷം ഞാൻ തന്നെ അവരുടെ കഥ അറിയുന്നത്. റളിയല്ലാഹു അൻഹ ഞാൻ കണ്ടിരുന്നില്ല. കാരണം ആയിഷ ബീവിയെ ഹിജ്റക്ക് ശേഷമല്ലേ നബി ഞങ്ങൾ കൊണ്ടുവരുന്നത് റളിയല്ലാഹു അൻഹയെ. എന്നിട്ട് പറയും, എന്തുണ്ടെങ്കിലും എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ എന്ന് പറയും റളിയല്ലാഹു അൻഹ. എന്തെങ്കിലും ഒരു നല്ല വിശേഷപ്പെട്ട ഭക്ഷണം എന്നാ പറയും, ഖദീജൻ്റെ കൂട്ടുകാരികൾ ഉണ്ടാവും, അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന്. യാ അല്ലാഹ്. ഒരിക്കൽ ഹാല ബീവി റളിയല്ലാഹു അൻഹ വന്നു. ഖദീജ ബീവിൻ്റെ സഹോദരിയാണ്, അനിയത്തിയാണ്. ഹാല ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. ഹാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രന്റെ ചുറ്റുമുള്ള പ്രഭാവലയത്തിനാണ് ഹാല എന്ന അറബിയിൽ പറയാ. പെൺകുട്ടിക്ക് പേരിടാൻ പറ്റിയ പേരാ. അപ്പോ ഹാല ബിൻത് ഖുവൈലിദ് സ്വഹാബിയത്താണ്. ബീവി വന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി, ഹബീബിനോട് സലാം പറഞ്ഞു. നബി തങ്ങൾ കിടക്കുകയാണ് വീട്ടിൽ, ആയിഷ ബീവി അടുത്തുണ്ട്. നബി തങ്ങൾ ഒരൊറ്റ ഇരിക്കല്, കിടന്നിടത്ത് എഴുന്നേറ്റങ്ങോട്ട് ഇരുന്നിട്ട്, ഹാദിഹി ഹാല, ഹാലയാണോ വന്നത്? ആയിഷ ബീവി, എന്താ നബി നിങ്ങൾക്കൊരു ഇളക്കം? ഹാല വന്നപ്പോ എന്തേ ഒരു എണീറ്റിരിക്കലും ഒരു ചോദ്യമൊക്കെ? അപ്പൊ പറഞ്ഞു, ദക്കറത്തിനി ഖദീജ, ഹാലയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്കെൻ്റെ ഖദീജയെ ഓർമ്മ വന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഹബീബിന് ഇഷ്ടമാണ്. 15 വയസ്സ് മുതിർന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മയും തമ്മിൽ 15 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ, അല്ലേ? പഴയ കാലത്ത് അങ്ങനെ ഏർലി മാരേജുകളല്ലേ. തങ്ങളുടെ ഒരു ഉമ്മയുടെ സ്ഥാനം, ആ ബീവി വഫാത്താകുന്നവരെ വേറൊരു പെണ്ണിനെ തങ്ങൾ കല്യാണം കഴിച്ചില്ല. തങ്ങൾ പറയും, ആയിഷ ബീവിയൊക്കെ പറഞ്ഞു, നബിയെ വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാളൊക്കെ നല്ല മുന്തിയ ആളുകളെ അള്ളാഹു പകരം തന്നിട്ടില്ലേ ഞാൻ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ആയിഷ, എൻ്റെ ഖദീജയെ പോലെ ആവാൻ നിങ്ങൾ ആരെ കൊണ്ടും കഴിയില്ല. വറുസ്ഖ്തു മിൻഹാ വലദ്, എനിക്ക് കുഞ്ഞുണ്ടായത് ഖദീജയിലാണ് എന്നും തങ്ങൾ പറഞ്ഞു റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി എന്ന നബി തങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന അഭയം, ഭർത്താവ് പുറത്തുനിന്ന് കയറി വരുമ്പോൾ വീട്ടിലേക്ക് ഭാരവുമായി, ചിന്തകളുമായി, ടെൻഷനുമായി കടന്നു വരുമ്പോൾ ആ ഭർത്താവിനെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും കുടിക്കാനോ കഴിക്കാനോ ഉള്ള ഭക്ഷണം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് ഒരു സമൂഹധർമ്മത്തിന് ഒരു പുരുഷനെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അത് അടിമവേലയല്ല, അത് ഇസ്സത്താണ്. ഹബീബിന്റെ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ചൂലെടുത്തുകൊണ്ട് മുറ്റമടിച്ചു വാരിയിരുന്നുവെന്നും വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നുവെന്നും മാത്രമല്ല,
അരക്കുന്ന ഗ്രൈൻഡർ ഇല്ലാത്ത കാലത്ത് റഹ എന്ന് പറയുന്ന കല്ലിന്റെ ആസുകല്ല് എന്ന് ഉസ്താദുമാർ അർത്ഥം പറഞ്ഞു തരുന്ന ആസുകല്ല്, കരിങ്കല്ലിന്റെ കഷ്ണങ്ങൾ എടുത്ത് അരച്ചുണ്ടാക്കിയിട്ട് കയ്യിൽ മുറിവുകളുണ്ടായിരുന്ന മഹദിയാണ് ഹബീബിന്റെ പൊന്നുമോൾ. രാജകുമാരിയായി ജീവിക്കാൻ കഴിയുമായിരുന്ന ഫാത്തിമത്തു സഹ്റ. അതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്നതോ വീട്ടിലെ പണിയെടുക്കുന്നതോ കുറവല്ല പെങ്ങളെ, സഹോദരിമാരെ, അഭിമാനമാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബിന് അഭിമാനം കൊടുത്ത, സമാധാനം കൊടുത്ത, ശാന്തിയും തലോടലും കൊടുത്ത ഹബീബിന്റെ ഭാര്യയാണവര്. അതുകൊണ്ടാണ് നബിയേ ഖദീജ വരുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, ഹാദിഹി ഖദീജ, നബിയേ ഖദീജ ബീവി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങയുടെ അരികത്തേക്ക് വരുന്നുണ്ട്. ഒരു കയ്യിൽ കറിയുണ്ട്, ഭക്ഷണമുണ്ട് ബീവിയുടെ കയ്യിൽ. ആ ഭക്ഷണം അങ്ങേക്കു തരാൻ ഖദീജ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഹബീബിന്റെ മുമ്പിൽ ജിബ്രീൽ തങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുക, പറയണേ അഖ്രിഹാ മിനല്ലാഹിസ്സലാം വമിന്നിസ്സലാം. അല്ലാഹു ഖദീജ ബീവിയോട് അസ്സലാമു അലൈക്കും ഖദീജ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. ജിബ്രീലായ ഞാനും അസ്സലാമു അലൈക യാ ഖദീജ, എന്റെയും അല്ലാഹുവിന്റെയും സലാം ഖദീജയോട് പറഞ്ഞു കൊടുക്കണേ. വബശ്ശിർഹാ ബിബൈതിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഹബ ഫീഹാ വലാ നസബ്. ഒറ്റമുത്തിനാലുള്ള വലിയ ഒരു ഒറ്റമുത്തിന്റെ കൊട്ടാരം ബീവിക്കല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടെ ഒരു ക്ഷീണമോ ഒരു ബഹളമോ ഒരു അപശബ്ദമോ പോലും കേൾക്കാതെ ശാന്തമായി വിശ്രമിക്കാൻ കഴിയുന്ന മനോഹരമായ ഒറ്റമുത്തിന്റെ ഒരു കൊട്ടാരം ഖദീജ ബീവിക്കുണ്ടെന്നും ആ ബീവിയോട് പറയണേ നബിയേ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ആ പ്രായമായ സമയം ഹബീബാ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ 66 വയസ്സ് പ്രായമുണ്ട്. അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് ബീവി വഫാത്താകുന്നത്. ബീവിക്ക് സ്വർഗമാണെന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ, അങ്ങേക്ക് സമാധാനം തന്നവരാണവർ, അങ്ങയെ ആശ്വസിപ്പിച്ചവരാണവർ. ഇസ്മായിൽ നബിയുടെ ഭാര്യയെ കാണാൻ വന്നപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം പെണ്ണിനോട് ചോദിച്ചല്ലോ, മക്കയിലേക്ക് വന്നപ്പോ ഇബ്രാഹിം നബി മിനിമം 5 ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക്. 2000-ലേറെ കിലോമീറ്റർ ഒരു സൈഡിലേക്ക്, തിരിച്ചു പോകുമ്പോൾ 2500 കിലോമീറ്റർ, അങ്ങനെ 5000 കിലോമീറ്റർ ഒരു ട്രിപ്പിൽ. അങ്ങനത്തെ 5 ട്രിപ്പ് ആലോചിച്ച് നോക്കി. 25,000 കിലോമീറ്ററൊക്കെ അള്ളാഹുവിന് മരുഭൂമിയിൽ നടന്ന നബിയാണ് ഇബ്രാഹിം നബി. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാലിൻ്റെ അടയാളം പതിഞ്ഞ കല്ല് മഖാം ഇബ്രാഹിമിൽ അള്ളാഹു പിടിച്ചു വെച്ചത്. അള്ളാഹ്ക്ക് നടന്ന കാലാണിത്. തവാഫ് ചെയ്യുമ്പോഴേ കാല് മുട്ട് മുറിയുന്നു എന്നൊക്കെ തോന്നും. സഫാ മറുവും കൂടെ നടന്നാൽ പിന്നെ പൂതി തീരും. അള്ളാഹ് ഉംറ എത്ര അടങ്ങാറാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് എല്ലാവരും വരെ ഉംറ ചെയ്തു, 5 എണ്ണം ചെയ്തു, പടച്ചോനെ എന്നെ കൊണ്ട് 1 തന്നെ ആവുന്നില്ലല്ലോ. സഫാ മറുവിൻ്റെ അടിയിൽ 4 നടക്കുമ്പോൾ ഇനിയിപ്പോൾ തീരാനായോ, ഇനിയിപ്പോൾ 7 എപ്പോഴാ തീരാന്ന്. സുബ്ഹാനല്ലാഹ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. എൻ്റെ ഇബ്രാഹിം നബി നടന്നിട്ട് കാലിൻ്റെ ആ പരിശുദ്ധ കാല് എനിക്ക് വേണ്ടി കഅബാലയം പണിതപ്പോൾ ആ കാലിൻ്റെ അടയാളം ഒരു പാറയിൽ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് പോയിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കിൻ. നിങ്ങൾ 4 നടത്തം 7 ഷൗത്ത് നിങ്ങൾ കഅബക്ക് ചുറ്റും നടന്നപ്പോൾ സഈ ചെയ്തപ്പോൾ നിങ്ങൾ തളർന്നല്ലേ? എനിക്ക് വേണ്ടി നടന്ന കാലാണിത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉന്മേഷം വരും. 25,000 കിലോമീറ്റർ മിനിമം ഒട്ടകപ്പുറത്തും നടന്നുകൊണ്ടും അള്ളാഹ്ക്ക് വേണ്ടി മക്കയിൽ വന്ന നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ വരവിലെ സെക്കൻഡ് ലാസ്റ്റ് വരവ്, പിന്നൊരു വരവും കൂടെ വന്നു. ആദ്യത്തെ വരവ് വന്നപ്പോൾ ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇസ്മായിൽ എവിടെ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുവരാൻ പോയതാണ്. എപ്പോൾ വരും അറിയില്ല. മോളെ ജീവിതം എങ്ങനെയാണ്? ഭയങ്കര കഷ്ടപ്പാടാ. എന്തേ? ഒരു ഭക്ഷണവും ഇല്ല, ഒന്ന് കുടിക്കാനും ഇല്ല, ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, ടൂറ് കൊണ്ടുപോകണില്ല. എന്ത് ജീവിത. ഇസ്മായിൽ വരുമ്പോ പറയണേ, ഒരാൾ ഇവിടെ വന്നിരുന്നു, വാതിൽ കട്ടിൽ മാറ്റണം എന്ന് പറഞ്ഞു കിട്ടോ എന്ന് പറഞ്ഞു. നിന്നെ തൊലാക്ക് ചൊല്ലി വേറെ പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നാണ് പറഞ്ഞത്. ഇസ്മായിൽ നബി വന്നപ്പോൾ പറഞ്ഞു, ഒരാൾ ഇവിടെ വന്നിരുന്നു,
ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുമുഖനായ നബിയാണ്. റസൂലുള്ളാഹി തങ്ങളോട് സാദൃശ്യമുള്ള നബിമാരിലെ ഒരു നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മുൻജിദ് എന്ന് പറഞ്ഞ അറബിയുടെ ഭാഷ നിഘണ്ടുണ്ടല്ലേ, മുൻജിദ് അൽ മുൻജിദ്, അതിൽ ഇബ്രാഹിം നബിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. അയാൾ നസ്രാനിയാണ്, അത് ഉണ്ടാക്കിയ ആൾ. ഇവർക്ക് വലിയ കഥയൊന്നും ഉണ്ടാവില്ല, ഏതോ ഒരു വികൃതമായ രൂപമാണ്. അതല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മെഹറാജിൽ ഇബ്രാഹിം നബിയെ പുണ്യനബി കണ്ടു എന്നിട്ട് പറഞ്ഞു, അഷ്ബഹുകും ബിഹി സ്വാഹിബുക്കും. ഇബ്രാഹിം നബിയോട് ഏറ്റവും സാദൃശ്യമുള്ള ആള് നിങ്ങളുടെ കൂട്ടുകാരനായ ഞാനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹ്. തങ്ങളാണെങ്കിലോ അജ്മലുന്നാസി ഖാസിബതൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ജമാലുള്ള ഖമാലുള്ള ഹബീബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബിൻ്റെ കഥയൊക്കെ പറഞ്ഞു. ഒരാൾ വന്നിരുന്നു, പേരൊന്നും ആ പെണ്ണിന് അറിയില്ലല്ലോ, എന്നോട് പറഞ്ഞു വാതിൽക്കട്ടിൽ മാറ്റണമെന്ന് പറഞ്ഞു. അതെൻ്റെ വാപ്പയാണ്. പ്രബോധന ജീവിതവുമായി നടക്കുന്ന എന്നെ സഹായിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല, നിനക്കതൊന്നും നടക്കൂല. അതുകൊണ്ട് നിന്നെ തൊലാക്ക് ചൊല്ലി വേറൊരു പെണ്ണ് കെട്ടണമെന്നാണ് എൻ്റെ വാപ്പ പറഞ്ഞത്. അതുകൊണ്ട് അൻതി ത്വാലിഖുൻ, ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിത്തരാണ്, നീ വേറെ ആരെങ്കിലും കൂടെ പോയി ജീവിച്ചോ. ഒരു വേറൊരു പെണ്ണെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു വന്നു. അങ്ങനെ ഇതേ ചോദ്യം ചോദിച്ചു. അന്നും കഷ്ടപ്പാടാണ്. ആ പെണ്ണ് പറഞ്ഞു, ജീവിതം വളരെ റാഹത്താണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇസ്മായിൽ നബി ഇപ്പം അവിടെ ഇല്ല, വരും, പുറത്തു പോയതാണ്. കൈഫ ഐഷുക്കും, എങ്ങനെയുണ്ട് ജീവിതം? റാഹത്താണ്, ഒരു കുഴപ്പമില്ല. ഒന്നാ പറയണേ, വാതിൽക്കട്ടിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്തേ? ദഅവത്തിനെ സഹായിക്കുക എന്നത് ഒരു പെണ്ണിൻ്റെ ബാധ്യതയാണ്, ഒരു ഭാര്യയുടെ ബാധ്യതയാണ്. അതവർ സമാധാനം കൊടുക്കണം. പുരുഷന്മാർ ഒരുപാട് ദൗത്യം നിർവഹിച്ചു വരുന്നവരാണ്. പുണ്യനബി തങ്ങൾക്ക് സമാധാനം നൽകിയ ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവര് ലോകത്തോട് വിട പറയുന്നു. നബി തങ്ങൾക്ക് മക്കയിൽ അഭയം നൽകിയിരുന്ന നബി തങ്ങളുടെ അത്താണിയാണ്, നബി തങ്ങളുടെ മൂത്താപ്പയായിരുന്ന, എന്നാൽ മുസ്ലിമല്ലാതെ കാഫിറായിട്ട് തന്നെ ജനിച്ചു, കാഫിറായിട്ട് ജീവിച്ചു മരിച്ചു എന്ന് ജംഹൂറുൽ ഉലമാഉം പറയുന്ന നബി തങ്ങളുടെ അമ്മായിരുന്ന അബൂ ത്വാലിബ് എന്നവര് മൂത്താപ്പയാണ്, പക്ഷേ മുസ്ലിമായില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങയെ കൊണ്ട് കഴിയില്ല നബിയെ. ആരാണോ അല്ലാഹു ഉദ്ദേശിക്കുന്നത്, ആരുടെ മനസ്സുകളാണോ ഹിദായത്ത് അർഹിക്കുന്നത്, അവർക്കാണ് അല്ലാഹു അത് കൊടുക്കുന്നത് എന്ന ആയത്തിറങ്ങിയത് അബൂ ത്വാലിബിന്റെ വിഷയത്തിലാണെന്നാണ് മുഫസ്സിരീങ്ങൾ പറയാ. അബൂ ത്വാലിബ് കാഫിറായിരുന്നു എന്നത് അല്ലാഹു ചെയ്തൊരു ഹിക്മത്താണ്. അബൂ ത്വാലിബ് എങ്ങാനും മുസ്ലിമായിരുന്നുവെങ്കിൽ അബൂ ത്വാലിബിനെ മക്കക്കാർ അംഗീകരിക്കുമായിരുന്നില്ല. അബൂ ത്വാലിബിന്റെ കുഫറിൽ തന്നെ നിലകൊള്ളുകയും നബിതങ്ങൾക്ക് സംരക്ഷണം പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഹബീബാ നബിതങ്ങൾക്ക് മക്കയിൽ പേടിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞത്. അവിടെ തനിയായികൾക്ക് പേടിയായിരുന്നു, പക്ഷെ ഹബീബിനെ തൊടൂല. അബൂ ത്വാലിബിന്റെ കണ്ണ് വെട്ടിച്ച് വല്ലതും നടന്നെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഒരു ഹിക്മത്ത് റബ്ബിനുണ്ട്. നമുക്കറിയുമോ, ഹിജ്റ എന്ന് പറയുന്ന സംഭവം മക്കയിൽ നിന്ന് മദീനയിലേക്ക് 500-ലേറെ കിലോമീറ്റർ പുണ്യനബി യാത്ര പോയതും, ഹിറാ ഗുഹയല്ല സൗർ ഗുഹയിൽ നബിതങ്ങൾ 3 ദിവസം താമസിച്ചതും, ചിലന്തി വല നെയ്തതും, മാടപ്രാവെന്ന് കൂടുകെട്ടിയതും, ഹബീബിരിക്കുന്ന ഗുഹയിലേക്ക് നോക്കാൻ അവർക്ക് തോന്നാതിരുന്നതും, 3-ാം നാളിൽ സിദ്ദീഖുകളും നബിതങ്ങളും അബ്ദുല്ലാഹിബിൻ ഉറൈഖത്ത് എന്ന് പറയുന്ന ഗൈഡും അവിടെ നിന്ന് മദീനയിലേക്കുള്ള യാത്ര തുടരുകയും 11-ാമത്തെ ദിവസം മദീനയിൽ എത്തിച്ചേരുകയും ചെയ്ത ആ ഹിജ്റയിൽ നബിതങ്ങൾക്ക് വഴി കാണിച്ചു കൊടുത്തത് കാഫിറായ അബ്ദുല്ലാഹിബിൻ ഉറൈഖത്താണ്. അൽ മുസ്ലിമായിരുന്നില്ല. അള്ളാഹിന്റെ ഹിക്മത്താണത്, അള്ളാഹിന്റെ ഹിക്മത്താണ്. കാഫിര്യങ്ങൾ മുഴുവൻ നബിയെ കൊല്ലാൻ വേണ്ടി നടക്കുക. അപ്പൊ ഗൈഡായി വരുന്ന ആൾ കാഫിറായിരുന്നു. നോക്കണം, ആ മനുഷ്യൻ നബിയെ പറ്റിക്കാൻ തോന്നിയില്ല, സുരക്ഷിതമായി മദീനയിലേക്ക് എത്തിച്ചു കൊടുത്തു. അബൂ ത്വാലിബും മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയും ലോകത്തോട് വിട പറഞ്ഞ 1 വർഷം നബി തങ്ങൾ ആ വർഷത്തെ വിളിച്ചു ആമുൽ ഹുസ്ൻ. ഇത് ദുഃഖത്തിന്റെ വർഷമാണ്. ദ ഇയർ ഓഫ് ഗ്രീഫ്, ഇയർ ഓഫ് ഗ്രീഫ്, ദുഃഖത്തിന്റെ വർഷം. അങ്ങനെ ഒരു കൊല്ലൊന്നും നബി തങ്ങൾ സങ്കടപ്പെട്ടിരിക്കാറില്ല. പക്ഷേ ഖദീജ ബീവി വഫാത്തായപ്പോൾ ഹബീബിന് ദുഃഖം വന്നു.
അവിടെയാണ് നബി തങ്ങൾ, ഇനി റബ്ബേ മക്കയിൽ അബൂ ത്വാലിബ് ഇല്ലാതിരുന്നാൽ എൻ്റെ ജീവൻ അവർ വില കൽപ്പിക്കില്ലല്ലോ, എനിക്ക് സംരക്ഷണം നൽകാൻ മക്കയിൽ ഒരു മനുഷ്യനില്ല, അതുകൊണ്ട് ഞാൻ ത്വായിഫ് വരെ ഒന്ന് പോയാലോ. അവിടെ നബി തങ്ങളുടെ ഉമ്മയുടെ നാട്ടുകാരാണ്, ബനൂ സഖീഫുകാരുണ്ട് അവിടെ. അബ്ദു യാലീൽ ഇബ്നു അബ്ദു കുലാലിനോട് അഭയം ചോദിക്കാം. അവർ അഭയം കൊടുത്തില്ല എന്ന് മാത്രമല്ല, നബി തങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ചില്ലേ, ഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലേ. ആരെയാണിത്? ലോകത്തിന്റെ ഗുരുവായ അറിവും ഹിക്മത്തും സത്യസന്ധതയുമല്ലാതെ സൽസ്വഭാവമല്ലാതെ മറ്റൊന്നും അവർ കണ്ടിട്ടില്ല നബിയിൽ നിന്ന്. ആ സദ്വൃത്തനായ മഹാമനുഷ്യനെ, അഷ്റഫുൽ ഖൽഖിനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചില്ലേ അവര്? എത്ര വലിയ ക്രൂരതയാണത്! അവിടെയാണ് ഹബീബ നബി തങ്ങൾക്ക് ഒരു കൂട്ടം ജിന്നുകളെ അള്ളാഹു അയച്ചു കൊടുക്കുന്നത്. നബിയേ ഖുൽ പറയണേ, ഊഹിയ ഇലയ്യ أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به. തായിഫുകാരങ്ങയിൽ ഈമാൻ കൊണ്ടില്ലെങ്കിൽ എന്തിന് സങ്കടപ്പെടണം? കാണപ്പെടാത്ത ഒരു ലോകത്തെ മനുഷ്യരല്ല, ജിന്നുകളുണ്ടല്ലോ. ആ ജിന്നുകളിൽ വലിയ VIP-കളായ ജിന്നുകൾ അങ്ങയെ കണ്ട് ഈമാൻ സ്വീകരിച്ചിട്ടുണ്ട് നബിയെ. ത്വായിഫ് കഴിഞ്ഞ് വരുമ്പോൾ ത്വായിഫിൽ അദ്ദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയനായ അടിമയാണ് ത്വായിഫ് ഇസ്ലാം സ്വീകരിച്ചത്. ബാക്കി ആരും മനുഷ്യരിൽ സ്വീകരിച്ചില്ല, ജിന്നുകളുണ്ട്. അദ്ദാസ് തങ്ങൾക്ക് മുന്തിരി കൊണ്ടുപോയി കൊടുത്തതാണ്. വിഷമിച്ച് കാലിന്ന് ചോര വരെ നമ്മൾ ആലോചിക്കണം. നഖം ഒന്ന് മുറിക്കുമ്പോൾ നെയിൽ കട്ടർ ഒന്ന് കയറിപ്പോയാൽ ആ വേദന 4 ദിവസം ഉണ്ടാവും അല്ലേ? നമ്മളറിവോടെ നമ്മൾ മുറിച്ചുണ്ടാക്കിയത്, ലേശം തൊലി അങ്ങ് കയറിയത് ആ മൂലയിൽ, പിന്നെ ആ വിരല് പഴുക്കാൻ തുടങ്ങും, കാല് വേദനിക്കും. ഇത് ചോര ഒലിച്ചു ഹബീബിന്. ഇൻ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. വിരലിനെ നോക്കി, ചോര ഒലിക്കുന്ന വിരലിനെ നോക്കി ഹബീബ് പറയാറുണ്ട്, വിരലേ, അള്ളാഹുവിനെ ത്യാഗം ചെയ്യുന്നിടത്ത് ഈ ചോരയൊക്കെ ഒരു ചോരയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമിച്ചിരിക്കുമ്പോ ഒരു പാത്രത്തിൽ മുന്തിരിയുമായി വരുന്നു ഒരു അടിമച്ചക്കൻ. എന്താ പേര്? അദ്ദാസ്. ഇതാരെ കൊടുത്തയച്ചതാ? എൻ്റെ യജമാനന്മാർ. പൊരുത്തുള്ള മുതലാന്ന് മനസ്സിലായി. അങ്ങനെ മുന്തിരി എടുത്ത് കഴിക്കാം. നാട്ടിലത്തെ മുന്തിരി എന്ന് പറയട്ടെ, ഭക്ഷണത്തിൻ്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ ഇതും കൂടി അങ്ങ് പറയാം. കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഡേഞ്ചറുള്ള സാധനം മുന്തിരിയാണ്. കാരണം മുന്തിരിക്ക് അടിക്കുന്ന, അതുപോലെ നെല്ലിക്ക, നമ്മളുടെ നെല്ലിക്ക ജ്യൂസ് ഇങ്ങനെ വാങ്ങി കുടിക്കണേ, നെല്ലിക്കയ്ക്കും മുന്തിരിക്കും അടിക്കുന്ന വിഷം. നെല്ലിക്കൊക്കെ അതിൻ്റെ ഫാമിൽ മരുന്നടിച്ച 4 ദിവസം മനുഷ്യന്മാർക്ക് കിടക്കാൻ പാടില്ല എന്നാണ് നെല്ലിക്കത്തോട്ടത്തിൽ. അതാ നമ്മളിങ്ങനെ നെല്ലിക്ക ജ്യൂസ് വരട്ടെ 2 നല്ലതല്ലേ, തടിക്ക് കൊളസ്ട്രോളൊക്കെ കുറയല്ലോ. അത് മര്യാദക്ക് കഴുകിയിട്ടുണ്ടോ? ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ടോ? അതുപോലെ കഴുകേണ്ട സാധന മുന്തിരി. ഞാനൊക്കെ ആലോചിക്കും, റബ്ബേ, ദുബൈയിലും നമ്മൾ ഗൾഫിലൊക്കെ എത്ര എയർ കണ്ടീഷൻ ചെയ്ത ഫ്രീസർ ചില്ലറുകളിലായി മുന്തിരിയൊക്കെ വെക്കുക. ഇവിടെ റോഡ് സൈഡിൽ വെയിലും കൊണ്ട് അങ്ങനെ റോഡ് സൈഡിൽ വെക്കുന്ന മുന്തിരിയൊക്കെ അതാ അങ്ങനെ വീർത്ത് നിൽക്കുന്നത്. ഞാൻ വിചാരിക്കും, റബ്ബേ, ഇത് എന്തൊരു പവർഫുൾ സാധന. അപ്പോൾ ഈ മരുന്നിൻ്റെ ഡോസിലാണ് നിൽക്കുന്നത്, കേടുവരൂല. കേട് വരണമെന്ന് വിചാരിച്ചാലും വരില്ല, അത്രക്കും മരുന്ന് കുടിച്ചിരിക്കുന്ന സാധനം. അതുകൊണ്ട് ശരിക്ക് പച്ചവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചിട്ടേ കുട്ടികൾക്കോ നിങ്ങളോ അത് കഴിക്കാൻ പാടുള്ളൂ. അള്ളാഹനെ വിചാരിച്ച് പറയാണ്, വിഷം, ഏറ്റവും കൂടുതൽ വിഷം പമ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന നാട് നമ്മുടെ നാടാണ്, ഇന്ത്യക്കാരാണ്. ഇവർ ചങ്ങായി ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ മയക്കുമരുന്നിൻ്റെ ഗുളിക പൊടിച്ചിട്ട് ഈത്തപ്പഴത്തിൻ്റെ കൂരൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂരും വെച്ചിട്ട് റമദാനിലെ ആൾക്കാരെ പറ്റിക്കൽ അങ്ങനെ. ട്രെയിനിലൊക്കെ നോമ്പുറക്കണ്ടേ, ഇതാ കഴിച്ചോളൂ എന്ന്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴമല്ലേ കഴിക്കും. അപ്പോൾ ഇതിൽ ഇവർ വെള്ളം ഉറ്റിച്ചിട്ട് 3 ഗുളിക ഇങ്ങനെ കയ്യിൽ പരത്തി പേസ്റ്റ് ആക്കിയിട്ട് ഈത്തപ്പഴത്തിൻ്റെ കുരുടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തേച്ച് പോലീസുകാരൻ കാണിപ്പിക്കേണ്ട അയാളെ തട്ടിപ്പടത്തെ പിടിച്ചതാ. അപ്പോൾ എന്താ, റോസാ റക്കിനെ വാലോം ദേനെ കേലി, നോമ്പൂർത്തി നടക്കുന്ന പച്ചപ്പാവങ്ങൾക്ക് നോമ്പൂരിക്ക് അവൻ്റെ വക ഈത്തപ്പഴം അത് തിന്നാൽ അവിടെ വീണു പോകും. പിന്നെ പോക്കറ്റിലെ മുഴുവൻ സാധനം എടുത്തിട്ടാ പോവുക.
ഇങ്ങനെ പറ്റിക്കാന്ന് പറഞ്ഞതൊരു സംസ്കാരമായി നമ്മുടെ നാട് മാറുമ്പോൾ എന്തൊരു വേദനയാണ്. മനുഷ്യന്മാരെ കൊന്നിട്ട്, നിനക്കാണെന്ന വല്ല ശവപ്പെട്ടി ഉണ്ടാക്കിയിട്ട് ജീവിക്കല്ലേ, മനുഷ്യന്മാരെ കൊന്നിട്ട് പൈസ ഉണ്ടാക്കുക. പുണ്യനബി മുന്തിരി കഴിക്കാം. നമ്മളങ്ങോട്ട് തിരിച്ചു വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദാസിന്റെ മുമ്പിലിരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മുന്തിരി കഴിക്കാൻ തുടങ്ങി. എന്ന് വിഷമില്ലാത്ത വിഷടിക്കാത്തൊരു സാധനം ഈത്തപ്പഴമാണ്. അതിന് പൊടി ഉണ്ടെങ്കിൽ ആ പൊടി തട്ടിക്കളഞ്ഞാൽ മതി എന്ന് തങ്ങൾ പറയാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷടിക്കാത്ത സാധനം. ഇനി അത് നമ്മൾ നാട്ടുകാർ അടിക്കാൻ തുടങ്ങുമെന്ന് അല്ലാഹു അലം. പറഞ്ഞതാരും അറിയണ്ട. ഇത് ഈത്തപ്പഴത്തിന് വല്ലാത്തൊരു സംഭവമല്ലേ ഇത്. മരുഭൂമിയിലെ ഏറ്റവും കത്തുന്ന ചൂട്, മരങ്ങൾ മുഴുവൻ കത്തിപ്പോകുന്ന ചൂട്, ആ ചൂടത്തുണ്ടാകുന്ന ഏറ്റവും നല്ല മധുരമുള്ള പഴം. ഈത്തപ്പനക്ക് കുറച്ച് വെള്ളം മതിയെന്ന നല്ല ചൂടില് നീർന്നു നിന്ന് തളരാതെ ഏറ്റവും നല്ല മധുരമുള്ള പഴം കൊടുക്കുന്ന മരം. അതുകൊണ്ട് പറഞ്ഞു മഥലുഹാ കമഥലിൽ മുഅ്മിൻ, ഈത്തപ്പന ഒരു വിശ്വാസിയുടെ അടയാളമാണ്, വിശ്വാസിയുടെ ഉദാഹരണമാണ്. എനിക്ക് തോന്നുന്നത് മദ്രസ ഉസ്താദന്മാരെ പറ്റി പറയാൻ പറ്റുന്ന ഒരു ഹദീസാണ്. അല്ലെങ്കിൽ നമ്മുടെ ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ അവർ ചെറിയ ശമ്പളം വാങ്ങിക്കുന്നുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു കുറേ ചെറിയ ശമ്പളം. അത് കമ്മിറ്റിക്കാർ 2000 രൂപ കൂട്ടണ്ടേ, 10 കൊല്ലമായാലും ഉസ്താദന്മാർക്ക് എന്തിനാ അവർക്ക് എന്താ പണിയുള്ളത്? നിങ്ങൾ പണി കൊടുക്കീൻ. ഒരു മാസത്തിൽ ഒരു പുരക്കാർക്ക് ജീവിച്ചു പോകാവുന്ന മാന്യമായ ശമ്പളം കൊടുക്കണ്ടേ നമ്മൾ അവർക്ക്? പണിയില്ല എന്ന് പറഞ്ഞാൽ പണി കൊടുക്കീൻ. 2 മണിക്കൂറല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ അവരെ നാട്ടിൽ പറഞ്ഞയക്കും. അവിടെ പിടിച്ച് കെട്ടിയിടല്ലേ? അപ്പം നിങ്ങൾ പണി കൊടുക്കുക, ഇല്ലെങ്കിൽ മാന്യമായ ശമ്പളം കൊടുക്കുക. എന്നിട്ട് അവർക്ക് കുട്ടികളെ കെട്ടിക്കണമെങ്കിൽ പിരിവുണ്ടാക്കണം, വീട് വെക്കണമെങ്കിൽ നാട് മൊത്തം ചുറ്റണം. എന്ത് നാണക്കേടാക്കലല്ലേ അത്? അങ്ങനെ ചെയ്യരുത്. വളരെ ചെറിയ ശമ്പളത്തിൽ നാട്ടുകാരുടെ മുഴുവൻ പഴി കേൾക്കണം, മക്കളെ നന്നായിട്ട് ഒച്ചട്ട് പഠിപ്പിക്കണം, പരീക്ഷയ്ക്ക് എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ അധ്വാനിച്ച് എല്ലാ കേൾക്കേണ്ടതൊക്കെ കേട്ടിട്ട് നമ്മുടെ മക്കളെ ഖുർആൻ ഓതുന്ന നല്ല മക്കളാക്കിയവർ സമൂഹത്തിന് സമർപ്പിക്കുക. ഈത്തപ്പഴം പോലെ മധുരമുള്ള ഒരു ഫലം തരുന്നു, പക്ഷെ കുറഞ്ഞ വേതനത്തിൽ. മുഅ്മിനീങ്ങളുടെ ഉദാഹരണമാണ് ഈന്തപ്പന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, പുണ്യനബി തങ്ങൾ ആ മുന്തിരി കഴിക്കുമ്പോൾ പറഞ്ഞു ബിസ്മില്ലാഹ്. അദ്ദാസ് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ പറഞ്ഞത്? ഈ നാട്ടിലാരും ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. തങ്ങൾ ചോദിച്ചു, അദ്ദാസ് നിങ്ങൾ ഏതു നാട്ടുകാരനാണ്? ഞാൻ നീനവക്കാരനാണ്. നീനവ ഇറാഖിലെ ഒരു നഗരമാണ്. നീനവക്കാരനാണ്. ഓ, നീനവക്കാരനാണോ? യൂനുസ് ഇബ്നു മത്തായിയുടെ നാട്ടുകാരനാണോ അലൈഹിസ്സലാം? മത്തായിയുടെ മകൻ യൂനുസ് നബിയുടെ നാട്ടുകാരൻ. യൂനുസ് നബിയെ നിങ്ങൾ എങ്ങനെ അറിയും? യൂനുസ് നബി അള്ളാഹുവിന്റെ റസൂലാണ്, ഞാനും അള്ളാഹുവിന്റെ റസൂലാണ്. അങ്ങനെയോ? ആരാ റസൂൽ? എനിക്ക് പഠിപ്പിച്ചു തരൂ. അങ്ങനെ ഒരു ബിസ്മില്ല കേട്ട് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ് അദ്ദാസ് റളിയല്ലാഹു അൻഹു. ക്രിസ്തീയനായ ഒരു അടിമയായിരുന്നു, ഇസ്ലാം സ്വീകരിച്ചു. ത്വായിഫ് എന്ന് കിട്ടിയ ആകെ ഒരു മുസ്ലിം, ബിസ്മില്ല കൊണ്ട് കിട്ടിയ മുസ്ലിം അദ്ദാസ്. നമ്മൾ ഓർക്കുക, തിന്നുമ്പോഴും കുടിക്കുമ്പോഴൊക്കെ ഇഞ്ചി മുട്ടായൊക്കെ വരുന്നുണ്ട്. എന്ത് ചെയ്യുക? ബിസ്മി ചൊല്ലി കഴിക്കുക. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരൊരു പുസ്തകമുണ്ട്, നമ്മുടെ പാണക്കാട് തങ്ങളുടെ മതേതര കൈരളിയുടെ സുഹൃതം എന്ന് പറഞ്ഞ് മഹാനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വളരെ മനോഹരമായ മതേതര കൈരളിയുടെ സുഹൃതം എന്ന പേര് നമ്മുടെ അലി അസ്ഗർ ബാക്കവി ഉസ്താദ് രചിച്ച ഒരു സമൃദ്ധമായ ഒരു പുസ്തകം. ഇന്നത്തെ കാലഘട്ടത്തിൽ പാണക്കാട് കുടുംബത്തെയും അവരുടെ നേതൃത്വത്തെയും അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ളവർക്ക് ആകെ 40 കോപ്പിയുള്ളൂ. ഞാൻ പറഞ്ഞ ഉസ്താദ് മിനിമം ഒരു 400 കോപ്പിയെങ്കിലും കൊണ്ടുവരണ്ടെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. എൻ്റെ വളരെ കാലമായി പരിചയമുള്ള സുഹൃത്ത് എന്ന് പറയല്ല, ഉസ്താദ് എന്നാ ഞാൻ പറയാം. അദ്ദേഹം കുറേ കാലം മസ്കറ്റിലായിരുന്നു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മൂപ്പരുടെ പുതിയാപ്പിള എൻ്റെ സുഹൃത്താണ്, എൻ്റെ കൂടെ പഠിച്ച അബ്ദുൽ കരീം ഹുദവിയാണ്. അപ്പോൾ 40 കോപ്പിയോടെ ഉണ്ടെന്ന് പറഞ്ഞു. ഉസ്താദ് എവിടെയുള്ളത്? അത് എവിടെയുള്ളത്? പുറത്തുള്ളത്? നമ്മളെ സ്ഥാമാർക്ക് ഇതൊക്കെ കച്ചവടം ചെയ്യാനും അറിയില്ല, വിൽക്കാനും അറിയില്ല. 40 കോപ്പി എവിടെയോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതവിടെ ഉണ്ട്. അപ്പോൾ ഈ സംഭവം പറ്റുന്ന ആളുകൾ 200 രൂപയെങ്കിലും കൊടുത്തിട്ട് വാങ്ങിക്കണം എന്നാണ് അവരെ പറഞ്ഞിട്ടുള്ളത്. പറ്റുന്നവരൊക്കെ ഒന്ന് കൈപ്പറ്റിക്കോളൂ. പാണക്കാട് തങ്ങൾ മതേതര കൈരളിയുടെ സുഹൃതം എന്നത്. അള്ളാഹു ആ കുടുംബത്തിന് ഇസ്സത്തും ആഫിയത്തും സലാമത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി തങ്ങളുടെ സുന്നത്തായ
ബിസ്മില്ല എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്ന സുന്നത്ത് കേട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച അദ്ദാസ് റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലണേ. ആ ത്വായിഫിന്റെ വേദന കണ്ട് നബി തങ്ങൾ ഖർനു സആലിബ് എന്ന് പറയുന്ന ഒരു പാറക്കെട്ടിന്റെ അരികത്ത് വന്നു. അവിടെയാണ് ത്വായിഫിന്റെ മീഖാത്ത് എന്ന്. അതാണ് സൈലുൽ കബീർ എന്ന് പറയുന്ന മീഖാത്ത്. അവിടെ നിന്നാണ് UAE നിന്നും റിയാദ് നിന്നൊക്കെ വരുന്ന ആളുകൾ അവിടെ നിന്ന് ഇഹ്റാം ചെയ്യുക. സൈലുൽ കബീർ അത് നബി തങ്ങൾ ഇരുന്ന് ദുആയിരുന്ന ഒരു സ്ഥലമാണ്. നോക്കണം, അല്ലാഹു അത് മീഖാത്തായിട്ട് അല്ലാഹു നിശ്ചയിച്ചു. യാ റബ്ബൽ മുസ്തദ്അഫീൻ, വല്ലാത്തൊരു ദുആയാണ്. പുണ്യനബിയുടെ കാലിൽ നിന്ന് ചോര ഒലിക്കുന്നു. ആരെങ്കിലും അഭയം തരുമോ എന്ന് ചോദിച്ച് ത്വായിഫിലേക്ക് വന്നിട്ട് കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ച ആ ജനതയുടെ ക്രൂരതക്ക് ശിക്ഷ കൊടുക്കട്ടെ എന്ന് മലക്കുൽ ജിബാൽ വന്ന് ചോദിച്ചപ്പോ ആ രണ്ട് മാമലകളെ ത്വായിഫുകാർക്കിടയിലെന്ന് ചതച്ചരക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും വേണ്ട, അവരാരും സ്വീകരിച്ചില്ലെങ്കിലും അവരുടെ മക്കളുടെ മക്കളോ തൗഹീദിന്റെ വക്താക്കളായി വരികയാണെങ്കിൽ അതല്ലേ നമുക്ക് ഉത്തമം. അതുകൊണ്ട് ജിബ്രീലെ അവരെ തൊടരുത്, മലക്കുൽ ജിബാലെ അവരെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. പാറക്കെട്ടിന്റെ മുകളിൽ കയറി കൈയുയർത്തി ദുആ ചെയ്യുന്നു. യാ റബ്ബൽ മുസ്തദ്അഫീൻ, പാവപ്പെട്ടവരുടെ, പ്രയാസപ്പെടുന്നവരുടെ, അഭയമില്ലാത്തവരുടെ റബ്ബായ അഭയമേ അല്ലാഹുവേ. ഇലാ മൻ തകിലുനി, ആരെയാണ് റബ്ബേ നീ എന്നെ ഏൽപ്പിക്കുന്നത്? ഇലാ ജബ്ബാരിൻ യതജഹമുനി, എന്നെ അടക്കി ഭരിക്കുന്ന ഒരു ക്രൂരനെയാണോ എൻ്റെ മേൽ നീ അധികാരം ഏൽപ്പിച്ചത്? അം ഇലാ അദുവിൻ മല്ലക്തഹു അംരി, എൻ്റെ ശത്രുവിനെയാണോ എൻ്റെ വിഷയം റബ്ബേ നീ ഏൽപ്പിച്ചിരിക്കുന്നത്? ആരെയാ നീ ഏൽപ്പിച്ചത്? നീയല്ലയോ അധസ്ഥിതരുടെ, പാവപ്പെട്ടവരുടെ റബ്ബ്. അല്ലാഹുവേ, ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഈ സംഭവിച്ചതെല്ലാം ഞാൻ സഹിക്കാം, എനിക്ക് പ്രശ്നമല്ല. നീ എന്നോട് ദേഷ്യപ്പെട്ടല്ല ഇത് ചെയ്തതെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, മുഅ്മിനീങ്ങളാണെങ്കിൽ തന്നെ, ഒരു തെറ്റും ചെയ്യാത്തവരാണെങ്കിൽ തന്നെയും അവർക്ക് അസുഖങ്ങൾ വരാം, മാരകമായ രോഗങ്ങൾ വരാം, അപകടങ്ങൾ സംഭവിക്കാം, നട്ടെല്ല് മുറിഞ്ഞ് കടന്നു പോകാം. അതൊന്നും അവർ ചെയ്ത തെറ്റിന് അല്ലാഹു ചെയ്ത ശിക്ഷയാണെന്ന് പറയരുതേ. കാരണം അള്ളാന്റെ അഹബ്ബുൽ ഖൽഖായ, അള്ളാഹ് ഇഷ്ടപ്പെട്ടവരിൽ ഏറ്റവും നല്ല സൃഷ്ടിയായ പുണ്യനബി തങ്ങളുടെ കാലാണ് ചോരയൊലിച്ചിവിടെ കിടക്കുന്നത്. തങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണോ? അത് ഒരിക്കലുമല്ലല്ലോ. തെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ശിക്ഷ വന്നോ? അത് ശിക്ഷയാ. തെറ്റില്ലാതെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന പരീക്ഷണമാണ്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്തൊരു തെറ്റുണ്ടോ? നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ റബ്ബിൻ്റെ ഇടയിൽ. അപ്പോൾ ഒരു പരീക്ഷണം വന്നാൽ അല്ലാഹു തന്ന ഉണർത്തലാണ്, ശിക്ഷയാണ്. നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതായി നിങ്ങളുടെ അറിവിലേ ഇല്ല എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പരീക്ഷണമാണ്, നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ ഈമാനും പരീക്ഷിക്കാൻ. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, പടച്ചവനെ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്കിത് പ്രശ്നമല്ല റബ്ബേ. അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ പ്രകാശം. അല്ലാഹ് പ്രകാശമല്ല, അല്ലാഹു പ്രകാശത്തിന്റെ സൃഷ്ടാവാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. സൂറത്തുൻ നൂറിലെ ആ പ്രഗൽഭമായ ആയത്ത്, 35-ാമത്തെ ആയത്തല്ലേ അത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ ആയത്തിൽ പറയുന്ന വാക്കുപോലും അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. പ്രത്യക്ഷത്തിൽ തോന്നിപ്പോകും അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്ന്. എങ്ങനെ? അല്ലാകാശ ഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു. അല്ല, പ്രകാശം സൃഷ്ടിയാണ്. അല്ലാഹു ഒരിക്കലും അവന്റെ സൃഷ്ടിയല്ല. അല്ലാഹു ഖാലിഖു നൂരിസ് സമാവാതി വൽ അർള്. അങ്ങനെ അതിന്റെ വ്യാഖ്യാനം. ആകാശലോകങ്ങളുടെ പ്രകാശത്തിന്റെ സൃഷ്ടാവാണ് അല്ലാഹു.
അങ്ങനെ മനസ്സിലാക്കണം. അള്ളാഹ് പ്രകാശമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ തോന്നുന്നതെല്ലാം മഖ്ലൂഖാണ്. അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ പോലെയല്ല, നമ്മൾ വിചാരിക്കുന്ന ഒന്നുപോലെയുമല്ല അള്ളാഹു. തആല അല്ലാഹു അൻഹു ഉലുവൻ കബീറാ. അള്ളാഹു മഹോന്നതനാണ്. അല്ലാഹുവേ അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത് ലഹുൽ ളുലുമാത്. ഇരുട്ടുകളെ മുഴുവനും പറിച്ചു നീക്കി പ്രകാശം പരത്തുന്ന നിന്റെ പരിശുദ്ധ ദാത്തിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്. വസലുഹ അലൈഹി അംറുദ്ദുന്യാ വല്ലാഖിറ. പടച്ചവനെ, ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും വിഷയങ്ങളെ നന്നാക്കി തരാൻ നിന്റെ ഇടപെടൽ കൊണ്ടല്ലേ സാധിക്കൂ. ആ നിന്റെ പരിശുദ്ധമായ ദാത്തിനെ മുൻനിർത്തി ചോദിക്കുകയാണ്. എന്ത്? ഒരിക്കലും നിന്റെ ദേഷ്യം എന്നിൽ വരരുതേ റബ്ബേ, നീ എന്നോട് ദേഷ്യപ്പെടരുതേ റബ്ബേ. ലകൽ ഉത്ബാ ഹത്താ തർദാ. നീ ഇഷ്ടപ്പെടുന്നവരെ നിനക്കാണ് റബ്ബേ. എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും നിന്നോട് മാത്രമാണ് റബ്ബേ. പുണ്യനബിയുടെ ദുആയാണ്. അതുകൊണ്ടാണ് ആ ദുആ കേട്ടതുകൊണ്ടാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. ഇസ്രാഇന്റെ ആയത്തിന്റെ അവസാനം 2 ഇസ്മല്ല ഉപയോഗിച്ചു റബ്ബിന്റെ. വഹുവസ് സമീഉൽ ബസീർ. അത് ഈ സംഭവത്തെ ബന്ധിപ്പിക്കാനാണ്. നമ്മളിങ്ങനെ പടിഞ്ഞിരിക്കല്ലോ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? അത് ബോണ്ടോല് പോയിക്കോളിട്ടോ. അതേ ഇരിക്കണടിയിൽ എങ്ങനെ നീച്ചു പോകുക എന്നിങ്ങനൊരു സംശയം ഉണ്ടാവും. മെല്ലെ മുങ്ങിക്കോളി, പോകേണ്ടവർ എല്ലാവരും കാണാതെ മെല്ലെ ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് വിടർത്തി, ഒന്ന് കാലൊക്കെ തരിപ്പൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടോ അതിഥികൾക്ക്? എനിക്കല്ല, ഇവർക്ക് ആർക്കെങ്കിലും ഒന്നും തരുന്നില്ല. പാടച്ചവനെ, അള്ളാഹു നമ്മുടെ നിയ്യത്തുകളെ സ്വീകരിക്കട്ടെ. അടുത്ത പരിപാടിയൊക്കെ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് സംഭാവന ചെയ്തിട്ട് ഒരു ചായ കട്ടൻ കാപ്പിയൊക്കെ എനിക്കൊന്നും വേണ്ടെങ്കിൽ വേണ്ട. നമ്മുടെ അതിഥികളാണ് ഇവിടെ വന്നവരൊക്കെ, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തങ്ങളല്ലേ അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ ഒന്ന് ഇൻഷാ അല്ലാഹ് ഇക്റാമുൽ ദൈഫ്. ആ ഗാലറിയിൽ ഇരിക്കുന്നവർ നോക്കണേ, താഴെ വീണു പോരുതേ. 3 സ്വലാത്ത് ചൊല്ലുക. പിന്നെ നമ്മുടെ കുട്ടികൾ മുച്ചാലിമീങ്ങൾ ഇപ്പം ഇടയ്ക്ക് വരും. ഒരു കുട്ടിൻ്റെ ചിലവ് ഏറ്റെടുക്കാൻ പറ്റാത്തവരോട് ഉണ്ടോയെന്നേ ഞാൻ ചോദിക്കണുള്ളൂ. 3000 ഉറുപ്യ ഒരു കൊല്ലത്തേക്ക്, വെറും 3000 രൂപ കൊടുക്കാൻ പറ്റാത്തവർ കൈപൊക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഷമിപ്പിക്കലാവും അല്ലേ? പറ്റുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. പഠിച്ചവനെ, കൈയില്ലാത്തവരാണോ ഭയങ്കരക്കാര്? 3000 തരൂലെന്നോ? റബ്ബുൽ ആലമീനെ, ഞാൻ കൊടുക്കാൻ തീരുമാനിച്ച്. ഒരു മുച്ചാലിം ഒന്ന് കൈപൊക്കിയാട്ടെ. ഇപ്പോഴത്തെ നമ്മളെ മുച്ചാലിം, നമ്മളെ വളണ്ടിയേഴ്സ് എവിടെ? എല്ലാവരും പേപ്പറും പെന്നും ഇട്ട് വരും നിങ്ങളുടെ അടുത്ത്.